ഇത്രയും കഴിഞ്ഞ ദിവസം നമ്മൾ റിലീസ് ചെയ്ത ജനാധിപത്യമാണ് ഏറ്റവും നല്ല ഭരണ സംവിധാനം എന്ന് തോന്നുന്നില്ല എന്ന സന്തോഷ് ജോർജ് കുളങ്ങരയുടെ എന്ന വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇതിന്റെ കമന്റ് ബോക്സിൽ വന്ന ചില കാര്യങ്ങൾ നമുക്ക് തുടർന്നും ഡിസ്കസ് ചെയ്യേണ്ടതാണെന്ന് തോന്നി. അതിൽ പലർക്കും ഈ ജനാധിപത്യത്തെക്കുറിച്ചും അതേപോലെ രാജഭരണത്തെക്കുറിച്ചും സ്വേച്ഛാധിപത്യ ഭരണ രീതികളെക്കുറിച്ചൊക്കെ വളരെയധികം തെറ്റിദ്ധാരണ ഉള്ളതായിട്ട് നമുക്ക് തോന്നി. അപ്പം നമുക്കതൊന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഇതിൽ വളരെ കൂടുതലായി കാണപ്പെട്ട ഒരു ചോദ്യം, പലരും GCC കൺട്രീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ GCC കൺട്രീസിലൊക്കെ രാജഭരണമാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ സമ്പൽ സമൃദ്ധി ഉണ്ടല്ലോ, അതുകൊണ്ട് രാജഭരണത്തിന് എന്താണ് കുഴപ്പം? ഇത്തരം ഒരു ചോദ്യമാണ് കൂടുതൽ ഊന്നൽ നൽകി വന്നിട്ടുള്ളത്. അതിലൊരു വ്യക്തിയുടെ ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഞാൻ ഒമാൻ എന്ന രാജ്യത്ത് വളരെ കാലം ജോലി ചെയ്ത വ്യക്തിയാണ്. ഇവിടെ സുൽത്താന്റെ ഭരണമാണ്, പക്ഷെ ഇവിടെ ഭരണം നല്ല നിലയിൽ പോകുന്നു. ഇന്ത്യയിലെ പോലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാകുന്നില്ല. അവിടെ താമസിക്കുന്നവർക്ക് നല്ല സംതൃപ്തമായ ഒരു ജീവിതം കിട്ടുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇങ്ങനെ പോകുന്ന ആ ചോദ്യം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ ഇതിനോട് സാമ്യമായ രീതിയിൽ GCC കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ളവരോ ആയുള്ള പലരുടെ അഭിപ്രായമുണ്ട്. നേരെ തിരിച്ചുള്ള അഭിപ്രായമുള്ളവരും ഉണ്ട് അത്തരം രാജ്യങ്ങളെ കുറിച്ചുള്ള. മൈത്രേയൻ, ഈ സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ രാജകീയ ഭരണരീതി ഇത് ജനാധിപത്യത്തെക്കാട്ടിലും മികച്ചതല്ലേ? ഇത് ജനാധിപത്യം പ്രക്രിയയെക്കാട്ടിലും മികച്ചു നിൽക്കുന്നതാണ് ഇത്തരം രാജ്യങ്ങളിലെ ഭരണരീതി എന്നുള്ളത് തന്നെയല്ലേ ഈ പറയുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയും മുന്നോട്ട് വെച്ചത്? അതിൽ ചില ശരികളുണ്ടോ എന്നുള്ളതാണ് പ്രേക്ഷകരുടെ ചോദ്യം. നമ്മള് ഇതിനെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അളക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വ്യത്യാസം ഉണ്ടാക്കുന്നത് സാർ. ഞാനിതിന് പലതവണയായിട്ട് അതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നല്ല രാജാവില്ല എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ആ വ്യത്യാസം. രാജത്വമാണ് തെറ്റ് എന്ന് പറയുന്നിടത്താണ് അതിന്റെ വ്യത്യാസം ആരംഭിക്കുന്നത്. ഒരു ഭരണ സംവിധാനം അത് തട്ടുതട്ടായി സമൂഹത്തിനെ ഹെയറാർക്കിക്കലായി എന്ന് പറഞ്ഞാൽ ശ്രേണീബദ്ധമായി ഏണിപ്പടി പോലെ ഉണ്ടാക്കുന്ന സമൂഹത്തിനകത്ത് താഴെ തട്ടിലും മേലെ തട്ടിലും ഉള്ള ആളുകളുടെ ജീവിത നിലവാരം തമ്മിലുള്ള വ്യത്യാസത്തിനെ പറ്റി ഒന്നും ആളുകൾ ആലോചിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ആരംഭിക്കുന്നത്. ഇപ്പം ഒരാൾ ജീവിക്കുമ്പോൾ ധനസൗകര്യങ്ങളെല്ലാം ഉണ്ടായാൽ പിന്നെ വേറെന്താണ് അവർക്ക് ആവശ്യം എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടെങ്കിൽ പിന്നെ ഈ രാജാവായ ഒരാൾ ഭരിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം കൂടെ ചോദിക്കണ്ടേ ആ സമയത്ത്? ഇപ്പം ഒരു ഭാര്യ എന്ന് ഞാൻ പറയാറുള്ള, ഞാനത് ഇങ്ങനെ പറയുമ്പോൾ ഭാര്യമാർക്ക് എന്താണ് കുറവ് എന്നൊരാൾ ചോദിക്കുന്ന ചോദ്യം പോലെ തന്നെയാണ് ആ ചോദ്യം. ഭാര്യമാർക്കെല്ലാം ഇല്ലേ? നല്ല വീടില്ലേ? കിടന്നുറങ്ങാനുള്ള നല്ല മുറികളില്ലേ? അണിഞ്ഞൊരുങ്ങാനായി വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇല്ലേ? യാത്ര ചെയ്യാൻ കാറില്ലേ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആ അനുഭവങ്ങളെല്ലാം തന്നെയും അവരുടേതാണ് എന്ന് അവർക്ക് നിലപാടെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം വരും. അപ്പൊ അവർക്ക് ഒരാളെ സഹായിക്കണം, എന്റെ കയ്യിലിരിക്കുന്ന ആഭരണം എടുത്ത് അങ്ങ് കൊടുക്കാം എന്ന് തീരുമാനിച്ച് കൊടുക്കുമ്പോൾ ആ നിമിഷം ഈ ഭർത്താവിനോട് ചോദിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവരുടേതല്ലാതായിരിക്കുന്ന, അത് എന്നും എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. ഈ ഓഫീസുകളിനകത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഉള്ള കാര്യമാണ്. അവർക്ക് ശരിയാണെന്ന് തോന്നിയാൽ ചെയ്യാൻ പറ്റത്തില്ല. മുകളിൽ നിന്ന് ഒരു അനുമതി ആവശ്യമാണ് വരും എന്ന് പറയുന്നത്. അത് ഒരു അന്തരീക്ഷത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പിനകത്ത് ഞാൻ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് പറയുന്ന ന്യായം പറഞ്ഞാൽ മതി എന്ന് പറയുന്ന സ്ഥലം അവർക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു പഞ്ചായത്തിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ മേലധികാരിയോട് എനിക്ക് ചോദിക്കാതെ ഇത് സമ്മതിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ പറയുന്നതൊക്കെ ന്യായമാണെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ് നമ്മൾ ഈ പറയുന്നത്.
ന്യായമാണെന്ന് എനിക്ക് ബോധ്യമായാൽ മേലധികാരികളോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, ചെയ്താൽ പോരെ, ന്യായമല്ലേ. അപ്പൊ ആ ന്യായം മേലധികാരി എന്ന് പറയുന്ന ആളിന്റെ കീഴിൽ നിന്ന് ചെയ്യാൻ ബാധ്യത വരുന്നുകയും മേലധികാരി വേണ്ട എന്ന് പറഞ്ഞാൽ ന്യായമാണെന്ന് തോന്നിയ കാര്യം ചെയ്യാൻ പറ്റാതിരിക്കുന്നതിൽ ദുഃഖിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെയാണ് എന്താണ് ഈ ജനാധിപത്യപരമായ സമീപന രീതി എന്ന് നമ്മൾ ഈ പറയുന്നതിന്റെ ഗുണപരതയുടെ വ്യത്യാസമാണ് ഈ പറയുന്നത്. കാര്യങ്ങൾ നടത്തുന്നു. ഇപ്പൊ പണ്ട് എന്താണ് കരുണാകരനുമൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ പിണറായി ആയാൽ, അല്ലെങ്കിൽ മോദിയൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ അത് അവരെ കണ്ട് മുഖം കാണിച്ച് പറഞ്ഞാൽ, മുഖം കാണിക്കുക എന്ന് പറയുന്നത് തന്നെയാണ്, നേരിട്ട് പറയുക. പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിചാരിച്ചാൽ അങ്ങ് ചെയ്യാൻ പറ്റും. ഇതാണ് രാജത്വം. നമ്മുടെ രാജത്വം എന്ന് പറയുന്നത് ആ രാജാവിനെ മുഖം കാണിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് തീരുമാനിക്കാനൊക്കും. അത് നീതിയാണോ ന്യായമാണോ എന്ന് ചോദിക്കേണ്ട കാര്യം, അദ്ദേഹത്തിന് മുകളിൽ വേറൊരു അതോറിറ്റി ഇല്ല. വേറൊരു അതോറിറ്റി മുകളിലൊരു ആളില്ല എന്ന് വരുന്ന ആ പോയിന്റിൽ എത്തുന്നത് വരെ നമ്മള് ഇത് ഈ മുഖം കാണിക്കുന്ന യുക്തിക്കകത്തെ അത് നിൽക്കുകയുള്ളൂ. ഇതിനെയാണ് നിയമവാഴ്ച എന്ന് നമ്മൾ പറയുന്നത്. ഇതിന് പകരമാണ് ലോകത്ത് നിയമത്തിനനുസരിച്ച് അതിന്റെ മുമ്പിൽ തുല്യരാണ്, നിയമപരമായി നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന മുഴുവൻ സാധനവും ആളുകളെല്ലാം അനുഭവിക്കുന്നതാണ്, നിരന്തരം അനുഭവിക്കുന്നതാണ്. അപ്പോൾ നിയമം ഉണ്ടെങ്കിലും ആ നിയമത്തിനനുസരിച്ചിട്ട് ഒരു മന്ത്രി സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പം ഒരു പോലീസുകാരനും ചോദിക്കത്തില്ല, ഒരു ടിക്കറ്റ് എഴുതി കൊടുക്കത്തില്ല. കാരണം അയാൾ സ്പീഡിൽ പോകേണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങനെയാണ് അത് അതിനെ നിൽക്കുന്നത്. അപ്പൊ നിയമത്തിന് മുമ്പിൽ രണ്ടു തരം പൗരന്മാരുണ്ടാകരുതെന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന്റെ സ്ഥലം. അല്ലാതെ എല്ലാവർക്കും വീട് കിട്ടി, നല്ല റോഡുണ്ടായി, പാലം ഉണ്ടായി, പക്ഷെ പാലത്തേൽ എനിക്ക് പോകാനായിട്ട് പറ്റത്തില്ല, റോഡിന്റെ സൈഡിൽ ഞാൻ കാത്തു കിടക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന പ്രശ്നമാണ് നമ്മൾ ഈ അഡ്രസ് ചെയ്യുന്നത്. ലോകത്ത് സാങ്കേതിക വിദ്യ വികസിക്കുന്നതനുസരിച്ചിട്ട് ആ സാങ്കേതിക വിദ്യയുടെ ഗുണപരത ലോക വ്യാപകമായി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. നഗരങ്ങൾ ഉണ്ടാക്കുന്നത് രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ വികാസം അനുസരിച്ചിട്ടുണ്ടാകുന്നത്. അത് ലോകവ്യാപകമായി മനുഷ്യര് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു വരും. പക്ഷേ ഇതിന്റെ ഈ ഗുണപരത അനുഭവിക്കുക എന്ന് പറയുന്നത് മറ്റൊന്നാണ്. സ്കൂൾ ഉണ്ടായിട്ട് സ്കൂളിനകത്തേക്ക് കയറാൻ കഴിയാതിരുന്നതിനാണ് അയ്യങ്കാളി സമരം ചെയ്തത്. സ്കൂൾ അവിടെ ഇല്ലേ? അമ്പലത്തിന്റെ അരികിലൂടെ നടക്കാനുള്ള വഴിയിലൂടെ നടക്കാനുള്ള അവകാശമില്ലാതിരിക്കുന്നതാണ്. അമ്പലത്തിൽ കയറുന്നതിന്റെ കാര്യം പോലും അല്ല, അതിനരികിലുള്ള വഴിയിലൂടെ നടക്കാനുള്ള അവകാശം. വഴി അവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് ഈ ഗുണപരമായ മാറ്റം? അപ്പൊ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് പാലവും റോഡും ഈ ഇല്ലാത്തടത്തെല്ലാം റെയിൽവേ ഒക്കെ ഉണ്ടാകുന്നത് കാണുമ്പം അതാണ് വേണ്ടത് എന്നൊരാൾ പറയുമ്പോ അത് വേണ്ടെന്ന് ആരണ്ട് പറഞ്ഞു. പക്ഷെ അത് ഉപയോഗിക്കാൻ കഴിവുള്ളവരായിട്ട് മാറുന്നു. നമ്മളിപ്പോ ഇഷ്ടം പോലെ അവിടുത്തെ ട്രെയിനില്ലേ, ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന വന്ദേ ഭാരതം 27 തവണ ഉദ്ഘാടനം നടത്തിയ വന്ദേ ഭാരതം ഉണ്ടല്ലോ, മോദി ദിവസവും ചെയ്യുന്നുണ്ടല്ലോ. ഈ വന്ദേ ഭാരതത്തിന് പകരം അവിടെ സാധാരണക്കാർക്ക് ആവശ്യമുള്ള ട്രെയിനിനകത്ത് സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണുന്നില്ലേ? അപ്പൊ വന്ദേ ഭാരതത്തിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്നവരോ ധനമുള്ളവർക്ക് മാത്രമുള്ള ട്രെയിനുകളായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നു. സാധാരണ ജനങ്ങളുടെ ജീവിതത്തിനകത്ത് ആ ഗുണപരത അനുഭവിക്കുന്നില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രശ്നം. ഇതാണ് അപ്പൊ അതേ സമയത്ത് എല്ലാവർക്കും സമ്പത്തുണ്ട്. ആ സമ്പത്തുള്ളപ്പോൾ നല്ല വണ്ടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതിനകത്ത് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട്? ഇപ്പൊ ഇന്ത്യ 5ാമത് സാമ്പത്തിക ശേഷിയുള്ള രാജ്യമായി മാറി
എന്ന് പറയുമ്പോൾ ഈ 80 ലക്ഷം ജനങ്ങൾക്ക് അത് 80 കോടിയോ, എനിക്ക് അത് പിന്നെ 80 ലക്ഷമാണോ 80 കോടിയാണ്, 80 കോടി 80 കോടി ജനങ്ങൾക്ക് റേഷൻ കാർഡ് കൊടുത്ത് റേഷൻ ഫ്രീ ആയിട്ട് കൊടുത്തു എന്ന് പറയേണ്ടി വരുന്നതും തമ്മിലുള്ള അന്തരമാണ് ഈ പ്രശ്നം. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഇന്നും അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ ആയുധം വിറ്റ് ലോകം മുഴുവൻ ആൾക്കാരെ തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യവും അത് തന്നെയാണ്. നമ്മുടെ കേരളത്തിലില്ല ഈ അമേരിക്കയിലുള്ള അത്രയും ഹോംലെസ് ആയ ആൾക്കാർ, വീടില്ലാത്ത ആളുകൾ കേരളത്തിലില്ല. ഇന്ത്യയിലുണ്ടെന്നാ എനിക്ക് പറയാം. വീടില്ലാത്ത ആളുകള് ഞാൻ ഈ പോകുന്ന എല്ലാ നഗരത്തിനകത്തും റോഡിൽ കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ ചൂടും തണുപ്പുമല്ല, തകർത്ത് കളയുന്നത് ചൂടും തണുപ്പും ഉള്ളതടാ. അവരെങ്ങനെ ജീവിക്കുന്നു നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ഈ ഗുണപരതയില്ലായ്മയെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക നമ്മുടെ മുന്നിലെ മോഡലാണല്ലോ. ഇത്രയും അധികം ഏതാണ് എനിക്ക് തോന്നുന്നിപ്പോ എടുത്താൽ ചിലപ്പോ കേരളത്തിലെ ജനങ്ങളുടെ പകുതിയോളമെങ്കിലും ഇവിടെ റോഡില് അലഞ്ഞു നടക്കുന്നുണ്ട്. കേരളത്തിനകത്ത് അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന ആരെങ്കിലും അലഞ്ഞു നടക്കുന്നതല്ലാതെ കേരളത്തിൽ ആരെങ്കിലും വീടില്ലാതെ നടക്കുന്നില്ല. സ്വന്തമായി വീടില്ലാത്തവരുണ്ടാകാം, ഇന്നും ഉണ്ടാകാം. പക്ഷെ ആ കാണുന്ന നിലവാരത്തിലുള്ള ദാരിദ്ര്യം ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഇന്ന് നമ്മുടെ കേരളം. ഇത് വരുന്നത് ഈ നിയമത്തിന് മുമ്പിൽ തുല്യരാണ് എന്ന് പറയുന്ന ഗുണപരതയുടെ മുന്നിലുണ്ടാകുന്ന വികാസമാണ്. അല്ലാതെ 5ാമത്തെ സ്ഥാനം ഇനി അവിടുന്ന് $1 ട്രില്യൺ എക്കോണമി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി അമേരിക്കയും ചൈനയും കഴിഞ്ഞ ഇന്ത്യ ആകും എന്ന് പറയുമ്പോഴും നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴാണ് 180 രാജ്യം ഉണ്ടെങ്കിൽ അതിനകത്ത് 140ാമത്തെ സ്ഥലത്താണ് ഒരുവിധമുള്ള എല്ലാ കാര്യത്തിനകത്തും ഇന്ത്യ കിടക്കുന്നതെന്ന് കാണാം. ഈ ഗുണപരത ഇല്ലായ്മയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആളോഹരി പറയുമ്പോഴും ശരിയായ രീതിയിലുള്ള ജനങ്ങളുടെ ആളോഹരി എടുക്കുമ്പോൾ 149 കൊണ്ടാണ് കിടക്കുന്നത്. അതല്ല ഈ ആളോഹരി ഇതെന്ന് പറയുന്നത് ഇപ്പൊ അദാനിയുടെയും അംബാനിയുടെയും അല്ലെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 10 പണക്കാരായവരുടെ കാശും അതെല്ലാം നമ്മുടെ കയ്യിലുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു പോകത്തില്ല. ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ കേറാത്ത ട്രെയിന് രാജധാനി ഇവിടെ ഓടാൻ തുടങ്ങിയിട്ട്, അവിടെ ഇപ്പൊ ഇന്ത്യയിൽ ഓടാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-30 വർഷമെങ്കിലും ആയിട്ടുണ്ട് ആ രാജധാനി എന്ന് പറയുന്ന. പിന്നെ പാലസോൺ വീൽസ് എന്ന് പറയുന്ന ഒരു ട്രെയിൻ അവിടെ ഓടുന്നുണ്ടായിരുന്നു. എത്രയോ ധനമുള്ളവര് കയറിക്കൊണ്ടിരിക്കുന്ന ട്രെയിനൊക്കെ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ട്രെയിനുകളുടെ നമ്പർ കൂട്ടുന്നതല്ല ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നത്. ഒരു രാജ്യത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഈ ഗുണനിലവാരത്തിനെ പറ്റിയുള്ള പലതരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ ഓരോന്നെടുത്ത് പരിശോധിക്കുമ്പോൾ സന്തോഷമുള്ളവരെന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ പോലും ഉണ്ട്. എളുപ്പമൊന്നുമല്ല അത് അളക്കാനൊക്കെ, അതെനിക്കറിയാം. അതിനകത്തൊക്കെ ഈ യൂറോപ്പിലുള്ളവരുടെ തെറ്റായ അളവുകോലുകളൊക്കെ വെച്ച് അവർ ചിലപ്പോൾ അളക്കുന്നുണ്ടാകാം. ഇതൊക്കെ പക്ഷെ ഇതൊന്നും നമുക്ക് എടുക്കേണ്ട കാര്യം തന്നെ ഇല്ല. നമുക്ക് കേരളവും വടക്കേ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനവുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കിയാൽ മതി ജീവിത നിലവാരത്തിന്റെ കാര്യത്തിനകത്ത്. അല്ലാതെ നമുക്കിപ്പോ യൂറോപ്പിലുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയിലുണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതുപോലത്തെ രാജ്യങ്ങൾ, വികസിത രാജ്യം എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും തന്നെ വേണ്ട. കേരളം മാത്രം എടുത്താൽ മതി, മറ്റു സംസ്ഥാനങ്ങൾ എടുത്താൽ മതി. അതിന് വേറെ എങ്ങനെ ഇപ്പൊ ഉണ്ടായിരുന്നു. അവിടെ തന്നെ നിയമത്തിന്റെ മുമ്പിൽ തുല്യരായി എങ്ങനെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വ്യത്യാസമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് ഈ പറയുന്നതൊക്കെ. ഗുണനിലവാരം, ക്വാളിറ്റേറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ശിശുമരണ നിരക്ക്, അമ്മമാരുടെ മരണനിരക്ക്, പ്രസവിക്കുന്ന അമ്മമാരുടെ മരണനിരക്ക്, ഇതൊക്കെയാണ് നമ്മൾ എടുക്കുന്ന സ്ഥലങ്ങൾ. എല്ലാവർക്കും ടോയ്ലറ്റുകൾ കിട്ടുക, കക്കൂസുകൾ കിട്ടുക, അതേപോലെ തന്നെ പട്ടിണി കിടക്കാതിരിക്കുക, അതേപോലെ തന്നെ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാകുക,
അത് ഒരു 50 പേരൊക്കെ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്തേക്ക് ഒരു ഗവൺമെന്റ് ബസ് കാണും. നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഇപ്പൊ ലാഭത്തിന്റെ യുക്തിക്കകത്ത് നിൽക്കുന്ന ഒരു പ്രൈവറ്റ് ബസ് അവിടെ ഓടിക്കാൻ ഒക്കത്തില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്ന പോയിന്റ്. ഇപ്പൊ 50 പേരുള്ളിടത്ത് ഒരു സ്കൂള് ലാഭകരമായി നടത്താൻ പറ്റും. ഒരു ബസ് ലാഭകരമായി ഓടിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവര് ഇന്ത്യയിലെ പൗരനാണ്, നമ്മുടെ സംസ്ഥാനത്തിനകത്തെ ആൾക്കാരാണ്. അവർക്ക് ഈ യാത്രാ സൗകര്യം ഉണ്ടാകേണ്ടതുണ്ട്. ആ സൗകര്യം ഉണ്ടാകുന്ന സ്ഥലത്തിനെ വികസിപ്പിക്കുമ്പോഴാണ് ആ ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന റോഡ് എല്ലാവരും കൂടെ ചേർന്നേ ഉണ്ടാക്കാനൊക്കെ ഉള്ളൂ. കാരണം അത് ലാഭകരമായി ഒരു സമയത്ത് ഓടിക്കാനൊക്കത്തില്ല. ജീവിത നിലവാരം ലാഭകരമാക്കുന്ന യുക്തിയാണ് മുതലാളിത്തം എന്ന് നമ്മൾ വിളിക്കുന്ന വികസിത രാജ്യങ്ങളുടെ യുക്തി. ഈ മേഖലയാണ് മാറേണ്ടത്. അവസാനത്തെ ആളും പ്രധാനമാണെന്ന് കാണുന്ന യുക്തിയാണ്. ഇപ്പൊ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന സാങ്കേതിക വികാസം കൊണ്ട് അവിടുത്തെ എല്ലാ ജനങ്ങളെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയല്ലേ, പിന്നെന്തിനാണ് അവിടെ ഒരാള് പട്ടിണി കിടക്കേണ്ട ആവശ്യം വരുന്നത്? ഒരാള് പട്ടിണി കിടക്കേണ്ട ആവശ്യം എന്താ? അവരൊരു ദിവസം ചെലവഴിക്കുന്ന എന്ന് പറഞ്ഞാൽ ആയുധങ്ങള് ഉണ്ടാക്കാനും വിൽക്കാനും ഒക്കെ ആയിട്ട് അവർ ചെലവഴിക്കുന്ന പണത്തിന്റെ അതിന്റെ പകുതിയൊന്നും വേണ്ട. അതിൽ ഒരു അംശം എന്ന് പറയാവുന്ന നിലവാരത്തിലുള്ള പണം കൊണ്ട് അവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും വീടും സാധനവും കൊടുക്കാൻ പറ്റും. അതവർ ശ്രദ്ധിക്കാത്ത എന്താണെന്ന് നമ്മൾ ചോദ്യം ചോദിക്കണ്ടേ? അപ്പൊ പണം ഉണ്ടാകുന്നത് കൊണ്ടോ ഒന്നാം നമ്പർ ആകുന്നത് കൊണ്ടോ ഒന്നും തന്നെ ഇനി ജീവിത നിലവാരം ഇവിടുത്തെ നമ്മളിപ്പോ നഗരത്തിനകത്തൂടെ പോകുമ്പോ റോഡിന്റെ വീതിയോ ഇതൊന്നും തന്നെ ഈ പട്ടിണിക്കാരെ ഒഴിവാക്കിയിട്ടില്ല. അവിടെയാണ് ജനങ്ങളെ മുൻനിർത്തി ഉണ്ടാക്കുന്ന ജീവിത വീക്ഷണവും ലോകവീക്ഷണവും ഉണ്ട്. ആ ജീവിത വീക്ഷണം എന്ന് പറയുന്നിടത്താണ് ജീവിതത്തിന്റെ ഗുണനിലവാരത്തിനെ പറ്റി നമ്മൾ സംസാരിക്കും. അപ്പൊ ആ മേഖലയിലുള്ള ഈ അളവുകോലുകളുടെ അഭാവത്തിൽ ഏത് നമ്പർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഞാനിവിടെ വന്ന് എത്രയോ പേരുടെ കാറിനകത്ത് അല്ലെങ്കിൽ എത്രയോ പേരുടെ ഇതിനകത്ത് പ്ലെയിനിനകത്ത് ഒക്കെ കയറി ഞാൻ പോകുന്നുണ്ട്. ഞാൻ അനുഭവിക്കുന്ന ജീവിത ഗുണനിലവാരം അമേരിക്ക പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ശരിയാണ്. പക്ഷെ അവിടെ തന്നെ എനിക്ക് റോഡിൽ ഇറങ്ങിയാല് ഈ കൈനീട്ടിയിരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരെയാണ് ഞാൻ കാണുന്നത്. ഇവരെന്തിനു ഞാൻ കാണേണ്ട ആവശ്യം എന്താണ്? ഇങ്ങനെ ഞാനിപ്പോ കേരളത്തിൽ നിന്ന് ഞാൻ വരുന്ന സമയത്ത് ഞാൻ കാണുന്നില്ല. ട്രെയിനകത്തൊക്കെ 1-2 മനുഷ്യരാണ്. അവര് പോലും നമ്മുടെ കേരളത്തുകാരാണെന്ന് തോന്നാത്ത ആൾക്കാരാണ് വന്നിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിനകത്തു നിന്നുള്ള പ്രായമായവരാണ് അവിടോട്ട് എത്തുന്നത്. ഇങ്ങനെ യാചകരില്ലാതാകുന്ന ആളുകളുടെ എണ്ണമാണ് കുറയുന്നതാണ് ഒരു ഇൻഡിക്കേറ്റർ. നിയമത്തിന് മുമ്പിൽ തുല്യരാകുക എന്ന് പറയുന്നതാണ് അതിന്റെ കീ. അല്ല, അവിടെ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഈ പറയുന്ന അമേരിക്കയിൽ വന്നപ്പോൾ യാചകരുടെ എണ്ണം ഇത്രയും തിരിച്ചറിയുമ്പോൾ അത്തരം യാചകര് അതൊരു ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യമായതുകൊണ്ടാണ് യാചകർ അവിടെ അവശേഷിക്കുന്നത്. നേരെ മറിച്ച് ഇത് തന്നെ ദുബായിലോ വേറെ ഏതെങ്കിലും അറബ് രാജ്യങ്ങളിലോ ആണെങ്കിൽ അവർ ജയിലിൽ കിടക്കും. യാചിക്കാനുള്ള അവകാശം പോലും ഇല്ല. അല്ല, അതൊരു പരിഹാരമാണ്. അതൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇവിടെ യാചകരെ നിരോധിച്ചിരിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്ന ചില ബോർഡൊക്കെ നമ്മുടെ നാട്ടിലും കണ്ടിട്ടുണ്ട് ഒരു സമയത്ത്. യാചക നിരോധന മേഖല അങ്ങനെയാണ്. വിഷ്വൽ അല്ലാതാക്കുക, കാഴ്ചക്ക് പുറത്ത്. അങ്ങനല്ല. അതേപോലെ പല പ്രസിഡന്റുമാരും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സമയത്ത് മതിൽ കെട്ടി പട്ടിണിയെ മറച്ചു പിടിക്കുക എന്ന് പറയുന്ന പ്രക്രിയ പോലെ. അല്ല, അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. ട്രംപ് വന്നപ്പോൾ നടന്ന എന്താണെന്ന് അതൊന്നും അല്ല. അതൊന്നും നമ്മുടെ ഈ ഡിസ്കഷനകത്ത് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല. ഇപ്പൊ നമ്മൾ പറയുന്നത് പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ അല്ല എന്നുള്ള അർത്ഥത്തിലല്ല. അല്ല, ഞാൻ അവിടെ പറയാൻ ശ്രമിച്ചത് ഒരു ജനാധിപത്യ രാജ്യമാകുമ്പോൾ അവിടെ ഇനി ഭിക്ഷ എടുക്കണമെങ്കിൽ ഭിക്ഷ എടുക്കാനുള്ള അവകാശം ഉണ്ടാവുമ്പോൾ മറിച്ചൊരു രാജഭരണ സ്ഥലത്ത് അതിന് പോലും അവകാശം ഇല്ലാത്തൊരു ഒരു വ്യത്യാസവും ഇല്ലേ? ഞാൻ പറഞ്ഞല്ലേ, അവകാശം ഭിക്ഷ എടുക്കാനായിട്ടുണ്ടാക്കുന്നത് നമുക്ക് ഭിക്ഷക്കാരെ ഇല്ലാതാക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് വഴിയാണ്.
ഇത് നിരോധനത്തിന്റെ യുക്തി കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനത് അതിന്റെ ആ ഗുണപരത മാറിയിട്ടല്ല, ഇവിടെ ഭിക്ഷയെടുക്കാൻ അവകാശമുണ്ടെന്ന് തെളിയിക്കാനല്ലല്ലോ നമ്മൾ സംസാരിച്ചു തുടങ്ങി. ഭിക്ഷക്കാര് അത് ആ വശം അവിടെ നിൽക്കുന്നുണ്ട്. എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് വന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയുണ്ടെന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറയാൻ, ഈ പറയാൻ കഴിയാതാക്കുന്നതിന്റെ ഗുണപരതയെ പറ്റിയാണ് നമ്മൾ ഭാര്യമാർക്ക് അവർക്ക് പ്രശ്നമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ വീട് നഷ്ടപ്പെടും പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് നാളെ ഉടുത്തൊരുങ്ങി ഇരിക്കാൻ കഴിയില്ല, ഭക്ഷണം കിട്ടത്തില്ല, ഞാൻ പുറത്താക്കപ്പെട്ടു പോകുമെന്നുള്ള ഭീതിയിൽ കഴിയുന്ന അവസ്ഥയാണ് ഭാര്യ ആയിരിക്കുക എന്ന് പറഞ്ഞു. അല്ലാതെ ബാക്കി സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള അർത്ഥമൊന്നുമില്ല. ആ യാഥാർത്ഥ്യം തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഈ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഒരു സമയത്തും ഹെറാർക്കിക്കലായിട്ടുള്ള തട്ടുതട്ടായ സമൂഹത്തിന്റെ യുക്തിക്കകത്ത് അത് സാധ്യമല്ല. അത് നമ്മൾ അറിയണം. അപ്പൊ ആ നിലവാരത്തിലുള്ള വ്യത്യാസമാണ്. അപ്പൊ ഗുണനിലവാരം എന്ന് പറയുന്നത് ആന്തരികമായ സ്വാതന്ത്ര്യത്തിൻ്റെതായ ഗുണനിലവാരം കൂടെ ഉണ്ട്. ദരിദ്രനായിരിക്കാനുള്ള അവകാശത്തിനെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. ദാരിദ്ര്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അതിന് പരിഹാരം തേടാനുള്ള കഴിവിനെയാണ് നമ്മൾ പറയുന്നത്. പരിഹാരം തേടുന്നതിന് അല്ല. ഇപ്പൊ ഇയാള് അമേരിക്കയിൽ ജനാധിപത്യം ഉണ്ട്, അതുകൊണ്ട് അവരവിടെ തെണ്ടി നടക്കട്ടെ എന്ന് പറയുന്ന സ്ഥലമല്ല. അത് പരിഹരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ആ പരിഹരിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ പോലുള്ള ഇപ്പൊ എങ്ങനെയാണ് കേരളം യൂറോപ്പിന് സമാനമാണെന്ന് നൂറുകണക്കിന് ആൾക്കാർ പറയാൻ ബാധ്യത വന്നത് ഈ പരിഹാരങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ്. നമുക്കവിടെ ആളുകൾക്ക് ഈ പരിഹാരം എന്ന് പറഞ്ഞാൽ ഒരു ഭരണ സംവിധാനത്തിനകത്ത് ജനാധിപത്യ അവകാശങ്ങൾ പറയാൻ കഴിയാതാക്കി കളഞ്ഞു എന്നറിയുന്നത് കൊണ്ടാണ് മനുഷ്യാവകാശം എന്ന് നമ്മൾ പറയുന്ന മേഖല തന്നെ വികസിച്ചത്. മറ്റേ പൗരാവകാശം മതിയായിരുന്നല്ലോ. അപ്പൊ പൗരാവകാശം എന്ന് പറഞ്ഞാൽ ഭരണകൂടം എന്ന് മാർക്സിസത്തിനകത്ത് പറയുന്ന ഹെയറാർക്കിക്കൽ സിസ്റ്റത്തിനെയാണ് അവിടെ ഭരണകൂടം എന്ന് പറയുന്നത്. ഇപ്പം കാഫ്കയുടെയൊക്കെ കഥകളിനകത്ത് ജനാധിപത്യമുള്ള ഒരു രാജ്യമാണ്, പക്ഷെ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു സിസ്റ്റം ഉണ്ടായിരിക്കുന്നു. അതിനെ ക്യാസിൽ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആ കഥയ്ക്കകത്തോട് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, ചോദിക്കുമ്പോൾ മേലധികാരിയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയും. ഏറ്റവും മേളിലെ മേലധികാരിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾക്ക് മേളിൽ ആളില്ല, അയാൾക്ക് ഉത്തരവാദിത്വം അപ്പോഴും ഇല്ല. ഇപ്പൊ എന്താണ്, ജനങ്ങളാണ് ഞങ്ങളെ തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്കാണല്ലോ ഉത്തരവാദിത്വം. അങ്ങനെ ആർക്കും ഉത്തരവാദിത്വം ഇല്ലാത്ത സിസ്റ്റമായിട്ട് ജനാധിപത്യം മാറുന്ന പ്രശ്നമാണ് മനുഷ്യർ സാധാരണഗതിയിൽ സംസാരിക്കുന്നത്. അതൊന്നും നമുക്ക് അങ്ങനെ അല്ല എന്നല്ലേ. അവിടെയാണ് പൗരബോധമുള്ള ജനങ്ങള് തെരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ കാണുന്ന സ്ഥലം. അതിനെയാണ് നമ്മൾ പൗരബോധമില്ലാത്ത ജനങ്ങള് വോട്ട് ചെയ്താൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഇതാണ് നമ്മുടെ പ്രശ്നം. മെജോറിറ്റേറിയനിസം അല്ല ജനാധിപത്യം എന്ന് അറിയേണ്ടതുണ്ട്. പൗരന്മാരായിരിക്കുന്ന ആളുകള് ഗുണപരമായി ബോധപൂർവം തെരഞ്ഞെടുക്കുന്ന, അറിഞ്ഞ് കൺസെന്റ് കൊടുക്കുന്നു എന്ന് നമ്മൾ പറയുന്ന പോയിന്റാണ് ഈ ഗുണപരത. അല്ലാതെ എല്ലാ കാര്യവും നിങ്ങൾക്ക് തരുന്നില്ലേ എന്നൊരു കാരണവര് ചോദിക്കുമ്പോൾ മിണ്ടാതായി പോകുന്ന അനന്തരവന്മാരുടെയോ എല്ലാം ഞാൻ നിനക്ക് തരുന്നില്ലേ, നിനക്ക് ഈ വീട്ടിനകത്ത് അടങ്ങിയിരിക്കരുതോ എന്ന് ചോദിക്കുന്ന ഒരു ഭർത്താവിന്റെയോ ഞാൻ എല്ലാ അറിവും നിനക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്, നീ പഞ്ചപുച്ഛം അടക്കി എന്നെ നമസ്കരിച്ചിരുന്നാ മതി എന്ന് ഒരു ശിഷ്യനോട് ഒരു ഗുരു പറയുമ്പോഴും ഞാന് കൈ അറിഞ്ഞ് നിനക്കെല്ലാം തന്നിട്ടുണ്ട്, മിണ്ടാതെ പണിയെടുത്തോണം എന്ന് പറയുന്ന തൊഴിലാളിയോടും ഒക്കെ ഉണ്ടായിരിക്കുന്ന അവസ്ഥയല്ല ജനാധിപത്യം. ഇത്രയാണ് നമ്മൾ ഈ പറയുന്നത്. ഗുണപരത എവിടെയാണ് ഈ പരിശോധിക്കേണ്ടത്. അല്ലാതെ നല്ല കാറും നല്ല വീടും നല്ല ബസ്സും നല്ല ട്രെയിനും എല്ലാം ഉണ്ടായാലും ഹോംലെസ് പീപ്പിൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യം ഇതെല്ലാം തന്നെ ഈ അമേരിക്കയിലുണ്ട്.
ഇവിടെ ഇപ്പൊ ഒരാള് സഞ്ചരിച്ചു വന്ന് കണ്ടാൽ ഇത് അപ്പുറത്തോട്ടൊരു സ്വർഗം വീട്ടി എന്ന് ഞാൻ 6 നില തൊട്ട് 15 നില വരെയുള്ള ഫ്ലൈ ഓവർ, അവിടെ ആ ജംഗ്ഷനൊക്കെ ഇങ്ങനെ കണ്ടാൽ നമ്മളിങ്ങനെ ഉയ്യോ എന്ന് പറഞ്ഞിട്ട് നിന്നു പോകും. പക്ഷെ ആ ഒരു ഫ്ലൈ ഓവറിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത ആ പാലത്തിന്റെ എല്ലാം ചവിട്ടിലിരിക്കുന്ന ആളുകൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഒരു പാലം ഉണ്ടായാൽ അതിന്റെ ചവിട്ടില്ല. ആ പാലത്തിന്റെ ചവിട്ടില് ഇപ്പൊ മോദി അവിടെ കർഷക സമരത്തിനെ നേരിടുന്നത് പോലുള്ള ആണി അടിച്ചു വെച്ചിട്ടുണ്ട് അവിടെ, ആളുകൾ കടക്കാതിരിക്കാനേ. ബസ് സ്റ്റോപ്പിനകത്ത് ഇപ്പൊ നമ്മൾ കേരളത്തിനകത്ത് ബസ് സ്റ്റോപ്പിന് തൂണ് പോലത്തെ ഇരിപ്പിടം ഉണ്ടായിട്ടില്ലേ, ആളുകൾ കടക്കാതിരിക്കാനാണ്. ഇതേ സാധനം ഞാൻ വിചാരിച്ചിരുന്നത് കേരളത്തുകാരൻ കണ്ടുപിടിച്ചതാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനല്ല, ദേണ്ടി ഈ അമേരിക്കക്കാർ കണ്ടുപിടിച്ചതാണ്. ഇവിടുത്തെ മോഡലാണത്. ഇവിടുത്തെ ഈ തരത്തിലുള്ള ആയിരക്കണക്കിന് തൂണുകളുള്ള എല്ലാ പറഞ്ഞാൽ ഒരു നഗരം ചൂടാക്കി നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചൂടുവായു വരുന്ന സാധനമുണ്ട്. ഈ എയർ ചൂടുവായു പുറത്തേക്ക് വരുന്ന എന്താണ് വെന്റിലേറ്റേഴ്സ് ഉണ്ട്. ആ വെന്റിലേറ്ററിന്റെ മുകളില് എന്നുവെച്ചാൽ ചൂടുവായു പുറത്തോട്ട് വരും. അവിടെ ചെന്നാൽ നമുക്ക് ചൂട്, അതിന്റെ മുകളിൽ ആളുകൾ കിടക്കാതിരിക്കാൻ വേണ്ടി ആണി അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകളെ ഒഴിവാക്കുന്നതിന്, ഈ ദരിദ്രമായ ആൾക്കാർ അവിടെ വരാതിരിക്കുന്നതിന്, അവരുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ആലോചിക്കുകയല്ല. ഇതാണ് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനം. അമേരിക്ക ഒരു ജനാധിപത്യ വിരുദ്ധമായ രാജ്യമാണ്, അല്ലാതെ ജനാധിപത്യം ഉണ്ടെന്നല്ല. അത് നമ്മുടെ നാട്ടിൽ വോട്ട് ചെയ്യുന്നതുകൊണ്ട് ജനാധിപത്യം ഉണ്ടെന്ന് പറയുന്ന പോലുള്ള സാധനമാണത്. ഇടനില എന്ന് പറഞ്ഞാൽ ഒരു വീട് മേടിക്കാൻ കഴിവുള്ള മനുഷ്യര് തൊട്ട് മേപ്പോട്ടുള്ളവർക്ക് മാത്രമുള്ള ഭരണ സംവിധാനത്തിനെ അല്ല നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അവസാനത്തെ ആളും പ്രധാനമാണെന്ന് പറയുന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് വ്യത്യാസം. ഈ ആളുകൾ അവിടെ ഇല്ലാതാക്കുന്ന, ഇയാൾ പറഞ്ഞ രാജഭരണത്തിനകത്ത് ബെഗ് ചെയ്താൽ നിന്നെ ജയിലിലിടും എന്ന് പറയുന്നത് വഴി ബെഗ് ചെയ്യാൻ പറ്റാതെ പട്ടിണി കിടന്ന് ചത്തോട്ടെ എന്ന് തീരുമാനിക്കുന്ന യുക്തി അല്ല അത്. ഇത് രണ്ടുമല്ല അത്. ആണി അടിച്ചു വെച്ചിരിക്കുന്ന കിടപ്പ് പാലത്തിന്റെ ചവിട്ടിലുള്ള സ്ഥലങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ കിടക്കാനൊക്കാത്ത കസേരകളുടെ സ്ഥലങ്ങളോ ഒന്നും അല്ല നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ ആള് തന്നെ പോലെ തന്നെ ജീവിക്കുന്നുണ്ടോ? ഇപ്പൊ യേശു ക്രിസ്തു പറയുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്ന ഗുണപരതയെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. അതൊരു രാഷ്ട്രീയമായി നമ്മൾ എല്ലാ ആളും അവസാനത്തെ ആളും പ്രധാനമാണ് എന്ന് കാണുന്ന സ്ഥലമാണ്. അവരെ നമ്മെപ്പോലെ കരുതുക എന്ന് പറയുന്നതിനുള്ള സൗകര്യങ്ങൾ, അത് ഒരാൾ മാനസികമായി ഞാൻ നിന്നെ എല്ലാം കാണുന്നു, തുല്യമായി കാണുന്നു, പക്ഷെ ഞാൻ കൊട്ടാരത്തിലായിരിക്കുന്നത്, നീ അവിടെ റോഡിൽ കിടന്നു എന്ന് പറയുന്ന കാഴ്ചയുടെ കാര്യവും അല്ല. ഇടയ്ക്കിടയ്ക്ക് ദരിദ്രനാരായണ പൂജ ചെയ്യുന്ന സ്ഥലമല്ല. ഓണത്തിനും ക്രിസ്മസിനും റംസാനും ഒക്കെ കുറെ ദരിദ്രവാസികളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന യുക്തി അല്ലത്. റോഡിന്റെ സൈഡില് തെണ്ടി നടക്കുന്ന ആൾക്കാർക്ക് വന്നെടുക്കാൻ പറ്റുന്ന നിലവാരത്തിൽ ഭക്ഷണം വെക്കുന്ന ഇടമല്ലത്. ആളുകൾ തെണ്ടി നടക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നതിനാണ്. ഇത് സാധിക്കുന്ന കാര്യമാണ്. നമ്മൾ കേരളം തന്നെയാണ് അതിന്റെ തെളിവ്. അത് സാധിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മൾ. അതിന്റെ നിലവാരം ഇനിയും ഉയർത്തണമെന്ന് പറയുന്നിടത്താണ് നമ്മൾക്ക് ചർച്ചയുള്ളത്. വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതികളുമായി നിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ വീട്, അതിന്റെ ഉണ്ടാക്കുന്ന വീടുകൾ ഗുണനിലവാരമില്ലാതെ ഉണ്ടാക്കുകയോ വീടിനകത്തെ സൗകര്യങ്ങൾ ഏറ്റവും മിനിമം ആക്കി നിർത്തുന്ന യുക്തിയല്ലത്. എങ്ങനെങ്കിലും ഒരു വീടുണ്ടാക്കി വെച്ച് കൊടുക്കുക എന്നുള്ളതല്ലേ. ഇപ്പൊ നമ്മൾ വടക്കേ ഇന്ത്യയിലെ കക്കൂസുകള് മറവില്ലാതെ കക്കൂസ് ഇഷ്ടം പോലെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കക്കൂസിന്റെ നമ്പർ കറക്റ്റാ. അതൊന്നുമല്ല നമ്മൾ ഈ പറയുന്ന ജനാധിപത്യപരമായ സമീപനം. നമുക്ക് ലഭ്യമായ സമ്പത്ത് എത്രത്തോളം തുല്യമായി വിതരണം ചെയ്യുന്നതിന്റെ നീതിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് കിട്ടിയില്ല എന്ന് പറയാനുള്ള അവകാശവും ഉണ്ടാകും, പരാതിപ്പെടാനുള്ള ഇടമുണ്ടാകും. പരാതിപ്പെട്ടാൽ അത് കണിശമായി ഇടപെട്ട് പരിഹരിക്കപ്പെടുക. ഇത്രയും കാര്യമാണ്.
ഇയാള് പറയുന്ന തെണ്ടി ഇല്ല എന്ന്, ഇപ്പൊ ഒമാനിനകത്ത് ഒരു തെണ്ടിയും ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ തെണ്ടാൻ അവകാശം ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലാതെ അവിടെ പരാതി ഇല്ലാത്ത പ്രശ്നമല്ല. അതിനെപ്പറ്റിയല്ല ഒന്ന് സംസാരിക്കും. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഒരാളെ പോലും കണ്ടില്ല, ഒരാളെ പോലും റോഡിൽ കണ്ടില്ല. അമേരിക്കയിൽ കണ്ടു. അപ്പൊ അമേരിക്കയിൽ ജനാധിപത്യം ഉണ്ട്, ഒമാനിൽ ജനാധിപത്യം ഇല്ല എന്ന് പറയുന്ന യുക്തിയല്ല നമ്മൾ പറയും. കേരളത്തിൽ കാണാതിരിക്കുന്നത് പരാതിപ്പെടാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ അതിന് ഈ പരാതിക്ക് പരിഹാരം കൽപ്പിക്കാനുള്ള ഇടമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. പരാതി ഇല്ലാതിരിക്കുന്ന സ്ഥലം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല മരിച്ചൊക്കെ പോകേണ്ടി വരും. ജീവിതത്തിന്റെ ഗുണനിലവാരം ഒരു കാലത്തും നിന്നുപോകുമെന്ന് ഞാൻ വിചാരിക്കുന്നേ. ലോകത്ത് പുത്തൻ കണ്ടുപിടുത്തങ്ങൾ, പുതിയ സംവിധാനങ്ങൾ, പുതിയ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നിടത്തോളം കാലം നമുക്ക് അത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന പ്രോസസ്സേ നടക്കും. അല്ലാതെ തീർത്ത് കളയാൻ എല്ലാവർക്കും വീടെത്തി എന്നുള്ള കാരണം കൊണ്ട് പരാതി തീർന്നു എന്നുള്ള അർത്ഥമൊന്നും വരത്തില്ല. വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് വെള്ളം കയറുന്ന വീടുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, ചോർച്ചയുള്ള വീടുണ്ടായിട്ട് കാര്യമില്ല. വെള്ളം പൈപ്പുണ്ട്, പക്ഷെ പൈപ്പിൽ വെള്ളം വരുന്നില്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ല. അപ്പൊ ഇതൊക്കെ നമ്മളെ കാണുക. ജീവിതത്തിന്റെ ഗുണനിലവാരം 24 മണിക്കൂറും കറണ്ട് ഉണ്ടാകുക, 24 മണിക്കൂറും വെള്ളം ഉണ്ടാകുക, അത് ചൂടുവെള്ളം ലഭിക്കാനൊക്കെ. ഇപ്പൊ ഈ രാജ്യത്തൊക്കെ ചൂടുവെള്ളവും തണുപ്പ് വെള്ളവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ വീടില്ലാത്തവരുടെ എണ്ണം ഇഷ്ടം പോലെ ഉണ്ടെന്ന് അപ്പോഴും പറയുന്നത്. അപ്പൊ ഗുണനിലവാരം ഒരു വശത്ത് നിൽക്കുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയാതിരിക്കുന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ പറയുന്നത്. ഈ മാറ്റം, അതുകൊണ്ട് പരാതിപ്പെടാനുള്ള അവകാശവും പരാതിപ്പെട്ടാൽ അത് കുറ്റകരമല്ലാതായിരിക്കുന്ന അവസ്ഥയും, ആ കുറ്റകരമല്ലാതിരിക്കുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാകുന്ന അവസ്ഥയെ പറ്റിയാണ് നമ്മൾ ജനാധിപത്യം കൊണ്ട് പറയുന്നത്. ഇത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ പളവള വിളങ്ങുന്ന കൊട്ടാരങ്ങൾ കാണാനായിട്ട് നമ്മൾ ഈ യൂറോപ്പിലൊക്കെ പോയ ഇഷ്ടംപോലെ കൊട്ടാരങ്ങളും ഒക്കെ കാണാൻ പറ്റും. ആ കൊട്ടാരം കണ്ടിട്ട് ഇങ്ങനെ കൊതി കൊണ്ട് ഇരിക്കാനായിട്ടാണ് ആൾക്കാരെ പരിശീലിപ്പിക്കുന്നത്. കൊട്ടാരം കണ്ടാലേ അപമാനം അനുഭവിക്കുന്നത്. അവിടെയാണ് നമ്മൾ കൊട്ടാരം കാണുമ്പോൾ അപമാനമാണ് അനുഭവിക്കേണ്ടത്. അല്ലാതെ റോയൽ ട്രീറ്റ് തരുന്നു എന്ന് ഒരാൾ പറഞ്ഞ് വിളിച്ചാൽ ഞാൻ വരുന്നില്ലെന്ന് പറയേണ്ടതാ. നിന്നെ പോലെ എന്നെ സ്വീകരിക്കുന്നുണ്ടോ, ഞാൻ വരുന്നുണ്ട് എന്ന് പറയുന്ന വ്യത്യാസമാണ് ഈ ഗുണപരത എന്ന് പറയുന്നത്. നമുക്ക് ശ്വാസം മുട്ടാതെ സന്തോഷകരമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചിരിക്കുന്ന അവസ്ഥയെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലാതെ വേറെ ഇൻഡിക്കേറ്റേഴ്സ് എടുത്തിട്ട് ഒന്നും കാര്യമില്ല. ഏറ്റവും ദരിദ്രരായിരിക്കുമ്പോഴും സന്തോഷിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും ദാരിദ്ര്യമുള്ള വീട്ടിനകത്ത് വൃത്തി ഉണ്ടാകുന്നതിന് തടസ്സമല്ല. അതും നമ്മൾ അറിയണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വൃത്തിയോടെ കഴിക്കുക എന്ന് പറയുന്ന ഗുണനിലവാരം മറ്റൊന്നാണ്. നിങ്ങള് എല്ലാ ഇറച്ചി മീനും അങ്ങനെയുള്ള സകല സാധനവും ഇട്ട് അതിനകത്ത് ഒരു പിടി മണ്ണും ഇട്ടിട്ട് തരുന്ന അത് ഗുണനിലവാരം ഉണ്ടാകത്തില്ല. ഇതുപോലെ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഗുണനിലവാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യവുമായി വളരെ അടുത്ത് കടിച്ചു നിൽക്കുന്ന ഒന്നാണ്. സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്, അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നിടത്ത്, അവകാശബോധം ഉണ്ടാകുന്നിടത്ത് ആണ് ഗുണനിലവാരമുള്ളത്. അതിന്റെ പരിഹാരങ്ങൾ നൽകുന്ന ഇടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഗുണനിലവാരം ഉണ്ടാകുന്നത്. മറ്റേത് കാഴ്ചക്ക് പുറത്ത് മാറ്റി നിൽക്കുന്ന, മറച്ചു വെക്കുന്നത്, അത് മോദി ചെയ്തു കഴിഞ്ഞല്ലേ, മതിൽ കെട്ടി മറച്ചതല്ലേ. അതും ട്രംപിനെ കാണിക്കാനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ മെക്സിക്കോക്കാര് വരാതിരിക്കാൻ വേലി കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കോന്തനെ വിളിച്ച് മറ്റൊരു കോന്തൻ മതിൽ കെട്ടി കാണിക്കുന്നത് നമുക്ക് തന്നെ ആരോടാണ് ഇയാൾ ഇത് കാണിക്കുന്നതെന്നും കൂടെ നമ്മളൊന്ന് ആലോചിച്ച് പോകണം. ഇത്തരത്തിലുള്ള മേഖലയിലൊന്നും അല്ല നമ്മുടെ ഈ ഡിസ്കഷൻസ് ഒക്കെ നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് എന്ത് ക്രൈറ്റീരിയാണ്, എന്ത് തരത്തിലുള്ള മെഷറിംഗ് റോഡാണ്, ഏത് അളവുകോലാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോഴാണ് ജീവിതത്തിന്റെ ഗുണനിലവാരത്തിന് ആധുനികമായ എത്രയോ തരത്തില ഇൻഡിക്കേറ്റേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പണ്ടൊന്നും ഇല്ലാത്ത ഇൻഡിക്കേറ്റർ ആയിരുന്നല്ലോ സന്തോഷകരമായ ജീവിതം നയിക്കുന്നത് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഒന്നും പണ്ടില്ല. വീടുണ്ടോ, റോഡുണ്ടോ, പാലമുണ്ടോ, ഭക്ഷണം മേടിക്കാനുള്ള കഴിവുണ്ടോ എന്ന് കഴിഞ്ഞാൽ തീർന്നു. അങ്ങനല്ല. ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക്
അവകാശത്തോടെ ഇടപെടാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദിക്കുമ്പോഴാണ് ആധുനിക ജനാധിപത്യ ബോധത്തിന്റെ ഗുണനിലവാരം ഉണ്ടാകുന്നത്. ഇതുകൊണ്ടാണ് ഭാര്യമാരുടെ സംതൃപ്തിയോ കുലസ്ത്രീയായി മാറുന്നതിന്റെയോ ഒന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. അണിയായിരിക്കുന്ന ജനങ്ങളുടെ പൊന്നു തമ്പുരാനെ കാണുമ്പോൾ കുളിരു പോരുന്ന ആളൊന്നുമല്ല, അതൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. ഗുരുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്ന ശിഷ്യന്മാരുടെ ലോകമല്ല നമ്മൾ സംസാരിക്കുന്നത്. ഒന്നിച്ചിരുന്ന് ഉള്ളത് പങ്കുവെക്കുന്നതിനകത്തുണ്ടാകുന്ന സന്തോഷത്തിനെ പറ്റിയാണ്. ആ ഉള്ളത് എന്ന് പറയുന്നത് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് കൂട്ടായി ആലോചിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഉള്ളതിൽ സംതൃപ്തരായി ദരിദ്രവാസിയായി കഴിയുന്ന യുക്തിയല്ല. ദരിദ്രന് എന്റെ കയ്യിലുള്ളത് കൊടുത്ത് നാളെ അവനെ ദരിദ്രനാക്കി തുടരുക എന്ന് പറയുന്ന യുക്തിയല്ലത്. അതുകൊണ്ട് ഒരാളുടെ നന്മതിന്മകളുടെ യുക്തിക്കകത്തല്ല നമ്മൾ. ഈ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് അത്യാവശ്യമാണ്. ജനാധിപത്യത്തിനകത്ത് സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവുണ്ടാകുന്നതിനോടൊപ്പം അത് ആസ്വാദ്യകരമാക്കി മാറ്റുന്നതിനും അവകാശത്തോടെ അത് ചെയ്യുന്നതിനുമുള്ള ആന്തരികമായ സ്വാതന്ത്ര്യത്തിനെ പറ്റിയും കൂടെയാണ് നമ്മൾ ഈ പറയുന്നത്. ഇതെല്ലാ സൈഡും വേണം. അല്ലാതെ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ എടുത്തിട്ട് അതൊന്നും നിനക്കില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്, ഉള്ളത് പങ്കുവെക്കുന്നിടത്തോളം സ്വാതന്ത്ര്യവും സന്തോഷവും വല്ലോനും ഇതുണ്ട് എന്ന് പറഞ്ഞ് എന്റെ ജന്മിക്ക് കൊട്ടാരം ഉണ്ടെന്നും മനയുണ്ടെന്നും ഒക്കെ വിചാരിച്ച് കുളിരു കോരുന്ന അടിയാളരുടെ ബോധമല്ല. അപ്പൊ പങ്കുവെക്കുക എന്ന് പറയുന്നത് പ്രാഥമികമാണ്. തുല്യമായി പങ്കുവെക്കുക എന്ന് പറയുന്നത് അതുപോലെ പ്രാധാന്യമാണ്. ഇത് എനിക്ക് അവകാശത്തോടെ ഉള്ളതാണെന്നുള്ള തിരിച്ചറിവോടെ അത് അനുഭവിക്കുക എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പ്രധാനമാണ്. ഈ ഗുണനിലവാരമുള്ള മേഖലയിൽ പറ്റിയാണ് നമ്മൾ ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാധിക്കാത്ത കാര്യമൊന്നുമില്ല, സാധിക്കുന്ന കാര്യമാണെന്നുള്ളത് കേരളം തന്നെയാണ് തെളിവെന്ന് ഞാനീ പറയുന്നത്. എനിക്ക് കേരളമാണ് ഞാൻ ആ കാര്യത്തിനകത്ത് ലോകത്ത് ആ നിലവാരത്തിൽ അവകാശബോധത്തോടെ തുല്യമായി വിതരണം ചെയ്തെടുക്കുന്നതിനും കൂടുതൽ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഓരോ ദിവസവും പരിശ്രമിക്കുന്നത് ഇടമാണത്. ഇതുകൊണ്ടാണ് അതിന് യൂറോപ്പിന്റെ സമാനതയുള്ളതാണെന്ന് അവർ പറയുന്നു. പക്ഷെ സമ്പത്ത് പരിശോധിച്ച് നോക്കുമ്പോഴോ കുറവാണ്, സംശയമൊന്നും വേണ്ട. പക്ഷെ പങ്കുവെക്കുന്നതിൽ തുല്യത നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പരാതി പറഞ്ഞാൽ പരിഹാരത്തിനുള്ള ഇടങ്ങളുണ്ട്, പരാതി പറയുന്നത് അവകാശം കൊണ്ടാണ് എന്നൊക്കെ തിരിച്ചറിയുന്ന സ്ഥലമായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഈ കടലിൽ മുങ്ങിപ്പോകുന്ന പോലെ ഈ വടക്കേ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനകത്ത്, അവിടുത്തെ ഹെറാർക്കിക്കലായ ബോധത്തിനകത്ത്, അവിടെ ഈ രാമക്ഷേത്രത്തിന്റെയും കാളയുടെ ഒക്കെ പുറകെ നടക്കുന്ന ആ ജനതകളിൽ നമ്മൾ മുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ദാരിദ്ര്യത്തിനകത്ത് നമ്മൾ പെടത്തില്ലേ. ഇന്ത്യൻ ദാരിദ്ര്യത്തിൽ പെടുന്ന രാജ്യമല്ലത്. നമ്മുടെ രാജ്യം സവിശേഷമായി വികസിച്ചിട്ടുണ്ട്. ഈ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റും. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിനേക്കാളും ആ ലെവലിൽ നമ്മൾ വികസിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും സ്വത്തിന്റെ വികാസത്തിന് തടസ്സമായിട്ട് മാറുന്ന കാര്യമല്ല. സ്വത്ത് ഇനിയും വികസിപ്പിക്കേണ്ടത്, ധാരാളം കാര്യങ്ങൾ ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷെ അവകാശബോധമുള്ള ജനതയായി നമ്മൾ മാറിയിട്ടുണ്ടെന്നുള്ളൊരു സംശയം വേണ്ട. നമ്മുടെ നാട്ടിനകത്തെ ആദിവാസികളായിരിക്കുന്ന അവര് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായെന്ന് അറിഞ്ഞുകൂടാതിരുന്ന ജനതയായിരുന്നു. അവരിന്ന് പൗരരായി മാറിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണുന്നത്. ഒരു ജാനുവൊക്കെ ഉണ്ടായില്ലേ? ഇപ്പോഴും നമുക്ക് നോക്കിയാൽ മതി. കേരളത്തിന് വന്ന് ദയാഭായി പോയിട്ടാണ് അവിടുത്തെ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരായിട്ട് മാറുന്നത്. അവിടുന്ന് ആളുകൾ ഉണ്ടായി വരേണ്ടതുണ്ട്. ഇപ്പൊ മുർമു പ്രസിഡന്റ് ആയില്ലേ എന്നൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കും. മുർമു ആദിവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെന്ന് നമുക്ക് കാണരുത്. അങ്ങനെ ഒറ്റപ്പെട്ട മനുഷ്യരെ എന്നും ഉണ്ടാക്കാൻ പറ്റും. ആളുകളെ എടുത്ത് നമുക്കൊരു അംബേദ്കർ ഉണ്ടാകുമ്പോഴാണ് അവകാശബോധമുള്ള മനുഷ്യരുണ്ടാകുന്നത്. ആ അവകാശബോധമുള്ള മനുഷ്യരുണ്ടാക്കുന്ന കഥയാണ് ജനാധിപത്യത്തിനകത്തുള്ളത്. അല്ലാതെ കഴുത്തേൽ ബെൽറ്റ് ഇട്ട ഒരു നായ ആകുന്നതല്ല. നല്ല കൂട്ടിൽ കിടക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും വിതരണം ചെയ്യപ്പെട്ട് AC ഫെസിലിറ്റിയോടുകൂടിയുള്ള ഒരു കൂട്ടിൽ കിടക്കുന്ന ഒരു തത്തമ്മയാകുന്നതാണോ, പറന്ന് സ്വാതന്ത്ര്യമുള്ള ഒരു പക്ഷിയാകുന്നതാണോ നല്ലത് എന്ന് ചോദിക്കുന്ന പോലെയുള്ള ഒരു ഭാഗമാണ് അതല്ലേ? അത് പറന്ന് നടക്കുന്ന
പക്ഷി ഞാനിപ്പോ നമ്മൾ വെറുതെ എടുത്ത് പരിച്ചു നോക്കിയാൽ അതിന് മുഴുവൻ സമയം പേടിച്ച് വേറെയുള്ള പരുന്തിനെ പേടിക്കേണ്ടതുണ്ട് ഇല്ലേ? പരുന്ത് പിടിക്കും, നമ്മളെ പോലുള്ള വേടന്മാര് പിടിക്കും, ഭക്ഷണത്തിന് വേണ്ടി അലയേണ്ടതുണ്ട്. ഭക്ഷണം ചെല്ലുമ്പോ കിട്ടാതിരിക്കുന്നുണ്ട്. ഇതെല്ലാം ആയതുകൊണ്ട് കൂട് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് നമുക്കിപ്പോ അത് ഈ ചർച്ച ഇങ്ങനെ ചെയ്ത ഉടനെ തന്നെ ആൾക്കാർ പറയും, കൂട്ടിൽ വളർത്തുന്ന കിളി ജീവിക്കുന്ന അത്രയും കാലം ഒരിക്കലും ഈ പറന്നു കിടക്കുന്ന കിളിക്കില്ല. അതേപോലെ തന്നെ കൂട്ടിക്കിടക്കുന്ന കടുവ 25 വർഷത്തോളം ജീവിച്ചിരിക്കും. കാട്ടിലാണെന്നുണ്ടെങ്കിൽ 12 വർഷത്തിന് താഴെയാ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ കൂട്ടിക്കിടക്കുന്നതല്ലേ നല്ലതെന്ന്. അങ്ങനെ അതുകൊണ്ട് അതാണ് ഭാര്യമാരുടെ യുക്തി, അതിനെയാണ് ശിഷ്യന്മാരുടെ യുക്തി, അതിനെയാണ് അണികളുടെ യുക്തി എന്ന് പറയും. നമുക്ക് ആവശ്യം എന്താണ്? 25 വർഷം ഓടി നടക്കാൻ കഴിയുന്ന ഗുണപരതയുള്ള ജീവിതമുണ്ടാക്കുന്ന ലോക സൃഷ്ടിയിലാണ് നമ്മളുള്ളത്. അല്ലാതെ ഇത് രണ്ടും അപ്പുറവും ഇപ്പുറവും വെച്ചിട്ട് സംസാരിക്കാനുള്ള സ്ഥലമല്ല. ഇത് സാധ്യമായ, മനുഷ്യർക്ക് സാധ്യമാണ്, എല്ലാ ജീവികൾക്കും സാധ്യമാണെന്നുള്ള ന്യായമൊന്നുമല്ല നമ്മളിത് പറയുന്നതിനകത്ത് നിന്ന്. ജയിലിൽ കിടക്കാതിരിക്കുന്ന, അവിടെ ഇരുന്നുകൊണ്ട് ആൾക്കാരിങ്ങനെ പറയും ജയിലിൽ ഗോതമ്പുണ്ടയും തിന്ന് നല്ല കൊഴുത്ത് തടിയന്മാരാകുമെന്ന്. ജയിലിൽ കിടക്കാത്തവന്മാർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. ജയിലിൽ ഒരു ദിവസം കിടക്കാനായിട്ട് ഞാൻ ഇനി തയ്യാറില്ല. ജയിലിൽ കിടന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഈ നഷ്ടം എന്ന്. ജയിലിൽ കിടന്ന ആൾക്കാര് അയാള് ഏതോ ഒരെണ്ണത്തിനകത്ത് ഒരാൾ എഴുതുന്നുണ്ട്, വെളിച്ചമില്ലാത്ത പവർ കട്ടുള്ള ദിവസം നക്ഷത്രം കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ആഹ്ലാദകരമായി അനുഭവിക്കുന്ന, അത് അതിന്റെ ഈ ഞാൻ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്നറിയുന്നത് പോലെ ജീവിതത്തിന്റെ ഈ ഗുണങ്ങളെ പറ്റി പുറത്തിറങ്ങി നടക്കാനും ഇഷ്ടമുള്ളപ്പോൾ ഓരോന്ന് ചെയ്യാനും കഴിയുന്ന ജീവിതത്തിനെ നീട്ടിക്കിട്ടുന്ന അവസ്ഥയെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. ഐസിയുയിൽ കിടക്കുന്ന ആളുകളുടെ കാര്യമല്ല നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഐസിയുവിനകത്ത് എല്ലാം കിട്ടുമല്ലോ, കഴിക്കുക പോലും വേണ്ട, നേരിട്ട് കിട്ടുമല്ലോ, തൂങ്ങി ഇങ്ങനെ കിടക്കാമല്ലോ. ഐസിയുവിലെ സ്വാതന്ത്ര്യബോധമല്ല നമ്മുടെ, പുറത്ത് നടക്കുന്ന ഏറ്റവും ആധുനികമായ ആശുപത്രിയിലല്ലയോ കിടക്കുന്നത്. പിന്നെ എന്താ പ്രശ്നം? നീണ്ട് ജീവിക്കുന്നുണ്ടല്ലോ, ഐസിയുവിൽ നീണ്ട് ജീവിക്കുന്നില്ലേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പലതരത്തിലെ ദ്വാരങ്ങളിട്ട് നമുക്ക് മരുന്നുകൾ തരാൻ പറ്റുമല്ലോ, ഇതൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റുമല്ലോ. ഈ ജീവിതത്തിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ നിലവാരത്തിലുള്ള ആരോഗ്യകരമായ ജീവിതത്തിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് ഇഷ്ടത്തോടെ നടക്കാനും എടുക്കാനും, നമുക്കൊരു കാലില്ലാതിരിക്കുന്ന ആളിന് അയാള് സ്വന്തമായി ഡ്രൈവ് ചെയ്ത് നടക്കുന്ന ഒരു കാറ് കണ്ടുപിടിക്കുന്നതിനകത്തൂടെ ഒരു സ്വന്തമായി ഓടിച്ചു നടക്കാനൊക്കുന്ന ഒരു ഓട്ടോ റിക്ഷ ഉണ്ടാകുന്നത് പോലെ ഒക്കെ ഉള്ള സൗകര്യങ്ങൾ, കാലില്ല കണ്ണില്ല, ആ കണ്ണില്ലാത്ത ആളിനും യാത്ര ചെയ്യാൻ കഴിയുന്ന ഗുണനിലവാരത്തിന്റെ ലോകമുണ്ട്. അവിടെയാണ് ആ വ്യത്യാസം ഉണ്ടാകുന്നത്. എവിടെയാണ് നമ്മൾ സാങ്കേതിക വിദ്യയുടെയും എവിടെയാണ് നമ്മൾ ഈ സമ്പത്തുണ്ടാകുമ്പോൾ അത് എല്ലാവർക്കും ഗുണപ്രദമായിട്ട്, ഇപ്പൊ കണ്ണില്ലാതെയും കാലില്ലാത്ത ആളുകൾക്ക് കയറാൻ കഴിയുന്ന ബസ്സുകൾ ഉണ്ടാകുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതേസമയത്ത് ജനിതകമായി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന നിലവാരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള റിസർച്ച് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് മറുവശമാണ്. പക്ഷെ ഉണ്ടായ ആളുകളെ പണ്ട് കുഷ്ഠരോഗവും ക്ഷയരോഗവും ഒക്കെ ഉള്ളവരെ ഈ വലിച്ചെറിയുമായിരുന്നു, സമൂഹത്തിനകത്തുനിന്ന് മാറ്റി. കാരണം അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരെ കൊണ്ടുപോയി താഴ്വാരങ്ങളിൽ വലിച്ചെറിയുമായിരുന്നു. അങ്ങനെ സമൂഹത്തിനെ രക്ഷിക്കുമല്ലോ. അതാണ് നേരത്തെ ഇയാൾ പറഞ്ഞ കാഴ്ചക്കകത്തില്ലാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നന്നായെന്നാണ്. അതേയല്ല, മരുന്ന് കണ്ടുപിടിച്ച് നമ്മൾ മാറ്റിയതാണ് കുഷ്ഠരോഗവും ക്ഷയരോഗവും. ഇതേപോലുള്ള പരിഹാരങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ജീവിതത്തിനകത്തെ അവസാനത്തെ ആളും, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അവസാനത്തെ ആളും പ്രധാനമാണെന്ന് ആര് തിരിച്ചറിയുന്നോ, എപ്പോ തിരിച്ചറിയുന്നോ, എന്നെ പോലെ തന്നെ നീയും കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിലുള്ള ഗുണനിലവാരത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്.
അല്ലാതെ ബസ്സും കാറും ലോറിയൊക്കെ ഉണ്ടെന്നുള്ളതിന്റെ നമ്പർ കാണിക്കുന്നതിലല്ല. അത് നിങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ, അത് രസകരമായി അനുഭവിക്കാനുള്ള അവകാശം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ. ഈ പറയുന്നത് പോലെ ഇപ്പോൾ പക്ഷിയുടെ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ ഈ പറയുന്ന പോലെ ഫുഡ് ലഭിക്കുകയും അല്ലെങ്കിൽ ഫുഡിനുള്ള സാധ്യതകൾ ലഭിക്കുകയും അതുകൂടാതെ മറ്റുള്ള ജീവിത നിലവാരങ്ങൾ ഉയരുകയും അതൊരു കൂട്ടിനകത്താകാതിരിക്കുകയും ചെയ്യുക എന്നുള്ള ജീവിത നിലവാരം, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഗുണനിലവാരം എന്ന് പറഞ്ഞ അവകാശബോധത്തോടെ ഇതുവരെ എല്ലാവർക്കും മറ്റുള്ളവർക്ക് കിട്ടുന്നത് എനിക്കും കിട്ടുന്നുണ്ടോ എന്നുള്ളതിൽ പരാതിപ്പെടാനുള്ള അവകാശവും അത് പരാതിപ്പെട്ടാൽ സാധിച്ചെടുക്കുന്നതിനുള്ള അവകാശവുമാണ് നമ്മുടെ ജനാധിപത്യം. അല്ലാതെ അവിടെ എല്ലാം ഇതെല്ലാം ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും അനുഭവിക്കുന്നുണ്ട്, ട്രെയിനിനകത്ത് തെണ്ടി നടക്കുന്നവൻ ട്രെയിനിനകത്തല്ലേ യാത്ര ചെയ്യുന്നതെന്നുള്ള ചോദ്യം നമുക്കില്ല. ഏത് സമയവും TTR വന്ന് ക്ലിപ്പിട്ട് പുറത്തോട്ട് എടുത്ത് കളയാൻ പറ്റുന്ന ഒരു തെണ്ടിയുടെ അവകാശബോധത്തിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. അതല്ല പറയുന്നത്. അതിനകത്ത് 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സും ഉണ്ടാക്കാതെ ഒറ്റ നിലവാരത്തിൽ എല്ലാ ആൾക്കാർക്കും ഏറ്റവും 1-ാം ക്ലാസ്സിലെ സൗകര്യങ്ങൾ കൊടുക്കുന്നതിന്റെ ഗുണനിലവാര വർധനയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ നെഗ്ലക്ട് ചെയ്ത ജനതയെ പറ്റിയല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, വടക്കേ ഇന്ത്യയിലെ സാധാരണക്കാരായ ആൾക്കാര് അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ വന്ദേ ഭാരതം ഉണ്ടാക്കി എല്ലായിടത്തും ആൾക്കാർക്ക് കൊടുക്കാതെ ആക്കുന്ന, ആൾക്കാർക്ക് ആക്സസിബിലിറ്റി ഇല്ലാതാക്കുന്ന ട്രെയിനുകൾ ഉണ്ടാക്കി എടുക്കുന്നതല്ല നമ്മൾ സംസാരിക്കുന്നത്. അതല്ല, ഏത് ട്രെയിൻ ഉണ്ടായാലും അതെല്ലാം വന്ദേ ഭാരതമാക്കി മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അത് ആളുകൾക്ക്, അവസാനത്തെ ആളിനും അതിനകത്ത് കയറി പോകാൻ കഴിയും എന്ന് പറയുന്ന സൗകര്യങ്ങൾ വർധനമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് ജീവിത നിലവാരം ഉയർന്നത്. കുറച്ചുകൂടി ചോദ്യകർത്താക്കളുണ്ട് ഇവിടെ. ഈ ചോദ്യകർത്താവിൻ്റെ ചോദ്യം, ജനാധിപത്യം മാത്രമാണ് നല്ല ഭരണം എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് സന്തോഷ് പറഞ്ഞത്, അല്ലാതെ ജനാധിപത്യം മോശമാണ് എന്നല്ല. അതായത് ചിലപ്പോൾ ജനാധിപത്യത്തെക്കാൾ വലിയ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന രാജഭരണവും പ്രസിഡൻഷ്യൽ ഭരണവും ലോകരാജ്യങ്ങളിൽ കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ആ ചോദ്യം അദ്ദേഹം പറഞ്ഞത് കേട്ടതാണ്, ഞാനും മൈത്രേയനും കേട്ടതായതുകൊണ്ട് തന്നെ നമ്മൾ ചോദ്യം മുന്നോട്ട് വെച്ചപ്പോൾ അത്ര ഇലാബറേറ്റ് ചെയ്തിട്ട് ചോദിച്ചില്ല. കാരണം മൈത്രേയൻ ഓൾറെഡി ആ ചോദ്യം അറിയുമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് നമുക്കറിയാത്തത് കൊണ്ടായിരിക്കാം ഈ ചോദ്യത്തിൽ ഇങ്ങനെയല്ല, ജനാധിപത്യം മോശമാണ് എന്നല്ല പറഞ്ഞത്, ജനാധിപത്യത്തെക്കാട്ടിലും വലിയ മൂല്യം സൂക്ഷിക്കുന്ന രാജഭരണവും പ്രസിഡൻഷ്യൽ ഭരണവും ലോകരാജ്യങ്ങൾ കാണുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാണ്. അല്ല, ആ ഉദ്ദേശിച്ചതിനെ പറ്റി തന്നെയാണ് ഇത്രയും നേരം ഞാൻ സംസാരിച്ചത്. അത് കാരണം കൊണ്ട് അങ്ങനെ പറയുന്നത് കഴിഞ്ഞാൽ ജനാധിപത്യം ഇതുവരെ ലോകത്ത് നമ്മൾ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളു. അതുകൊണ്ട് അതിങ്ങനെ മാറ്റി പറയാൻ വേറൊരു സിസ്റ്റം ഉണ്ട്. ഇതിന്റെ മുമ്പിലുണ്ടായിരുന്ന സിസ്റ്റത്തിന്റെ കുറവുകൾ തിരിച്ചറിഞ്ഞാണ് ജനാധിപത്യം ഉണ്ടാക്കിയത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ അത് പറയാനൊക്കത്തില്ല. അങ്ങനത്തെ ഒരു അളവുകളോ എടുക്കാനെന്ന് പറഞ്ഞാൽ ജനാധിപത്യം എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേർന്നിട്ടില്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. പലതരത്തിലെ മനുഷ്യരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ, ആദിവാസികളായിരിക്കുന്ന ആൾക്കാർക്ക് ഇന്ത്യ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ, കേരളം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോഴും ആ കാട്ടിൽ നിന്ന് ഇറങ്ങി പലപ്പോഴും വരുന്നവര് നേരെ ആ അവിടുത്തെ തിരുവിതാംകൂറിലെ കൊച്ചി രാജാവിനെ കാണാൻ പോകുന്ന കാണാം. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അവർക്ക് ഈ രാജ്യമുണ്ടായെന്ന് അറിയാത്തവരാണ്. അവരും കൂടെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെയും കൂടെ ചേർത്താണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന പ്രസിഡൻഷ്യൽ ഭരണവും രാജഭരണവും ഒന്നും വെച്ചിട്ട് ഒരു കാലത്തും ഇത് വിശദീകരിക്കാനൊക്കത്തില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, ആ പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. ഓക്കെ, നമുക്ക് ഈ പറയുന്ന ജനാധിപത്യത്തിന്റെ വികാസത്തെ കുറിച്ച് പറയുന്ന സമയത്ത് രാജഭരണങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇവരെല്ലാവരും കുറച്ച് പേരധികം പേര് എടുത്തു പറഞ്ഞിരിക്കുന്നത് GCC ആണ്. GCC രാജ്യങ്ങളിൽ ചെറിയ കുറ്റകൃത്യം, GCC രാജ്യങ്ങളാണ്, ഗൾഫ് രാജ്യങ്ങൾ. അതെ, ഗൾഫ് രാജ്യം എന്ന് പറയുന്നത് അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും കൂടെ അവരുടെ ഓയിൽ കമ്പനികൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രാജ്യങ്ങളാണത്. അല്ലാതെ അവിടെ ഈ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നവര് ഇപ്പൊ ഉള്ള ഷേഖന്മാരൊന്നും പഴയ രാജാക്കന്മാരൊന്നും അല്ല. അതൊക്കെ അവരോധിക്കപ്പെട്ട രാജാക്കന്മാരാണ്.
ആ പ്രദേശത്തെ ഒരു ഗോത്രത്തലവനെ എടുത്ത് രാജാവാക്കി മാറ്റിയത് ബ്രിട്ടീഷുകാരാണ്, അതിനുശേഷം അമേരിക്കക്കാരാണ്. അവരുണ്ടാക്കിയ രാജ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ആ കാണുന്ന രാജ്യങ്ങളല്ല. ആ രാജ്യത്തിനകത്ത് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഇടനിലക്കാരായി നിൽക്കുന്നവർ മാത്രമാണ് ഇന്ന് അവിടെ ഷേഖന്മാരെന്ന് പറഞ്ഞിരിക്കുന്നവർ. അല്ലാതെ ജനാധിപത്യമായിട്ടൊന്നും അതിനൊന്നും ഒരു ബന്ധവും ഇല്ല. അല്ല, അപ്പോഴും ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം രാജ്യങ്ങളിൽ ഇപ്പോൾ രാജഭരണം ശരിയാണെന്ന് പറയുന്നവർ പോലും കാണാതെ ഒരു വശമില്ലേ, ഈ ഇത്തരം രാജ്യങ്ങളിൽ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും കൈവെട്ടുകയും നിർദാക്ഷിണ്യം കൈവെട്ടുന്നു. ഇപ്പോൾ സൗദിയിൽ ഈ അടുത്താണ് കൈവെട്ടൽ നിർത്തിയോ എന്നറിയില്ല, തലവെട്ടുന്നത്, കൈവെട്ടുന്നത്, ഇതുപോലും ചെറുതായി ഇവരെല്ലാം മാറ്റി വരുന്നുണ്ട്. ഈ മാറ്റി വരാനുണ്ടാകുന്ന സാഹചര്യം പോലും ചുറ്റിലുമുള്ള ജനാധിപത്യ രാജ്യങ്ങളുടെ വികാസം കൂടിയല്ലേ? കണിശമാണ്. ടെലിവിഷനും അതുപോലുള്ള ഇന്റർനെറ്റും ഒക്കെ ഉണ്ടായി മറ്റ് രാജ്യങ്ങളിലെ ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളെ പറ്റി ജനങ്ങൾക്ക് ബോധമുണ്ടായി എന്നുള്ളതാണ് അവർക്ക് മാറാൻ ബാധ്യത വരുന്നത്. അത് ഞാൻ ഈ ഇലക്ഷനിൽ നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലുള്ളതുപോലെ തന്നെ മനസ്സിലാക്കണം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതിനു മുമ്പ് തോക്കുംകുഴലിനകത്തൂടെ വിപ്ലവം സാധിച്ച് അധികാരം പിടിച്ചെടുത്ത് ഭരണകൂടത്തിനെ ജനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന സിദ്ധാന്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇലക്ഷൻ നിൽക്കുന്ന തന്ത്രപരമായി ഇലക്ഷന് നിൽക്കുക എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം തന്നെ. ഇന്ന് പക്ഷെ തന്ത്രപരമായിട്ട് നിൽക്കുന്നതൊന്നുമല്ല, അടവ് നയവും ഒന്നും ഉപയോഗിച്ചിട്ടല്ല. ഇന്ന് ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ഷന് നിൽക്കുക എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അവരാരെങ്കിലും വിപ്ലവത്തിനെ പറ്റി ഒന്നും ഓർക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു ചട്ടക്കൂടിനകത്ത് നിൽക്കുന്ന ഇടതുപക്ഷക്കാരായതുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനോടൊപ്പം നമുക്ക് യോജിച്ച് നിൽക്കാൻ പറ്റുന്നത്. അല്ലാതെ പറ്റില്ല. പഴയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ഇതേപോലെ തന്നെയാണ് ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും ഒരു രാജഭരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വലിയ ഒരു എന്നാൽ ശരിക്കും പറഞ്ഞ പൗരാവകാശത്തിനെ പറ്റിയും മനുഷ്യാവകാശത്തിനെ പറ്റിയും ഇന്റർനാഷണൽ കോടതിക്കകം അതേപോലെ UN ഐക്യരാഷ്ട്രസഭയുടെ ഒക്കെ ഫ്രെയിമിനകത്ത് നിൽക്കുന്ന രാജാക്കന്മാരാണ്. അല്ലാത്ത രാജാക്കന്മാരൊന്നും ഇല്ല. അവർക്ക് പരിപൂർണമായ രാജാവാകാനുള്ള അവകാശമൊന്നുമില്ല. അമേരിക്കയുടെ ഒപ്പം നിന്നാൽ മാത്രമേ രാജാവായിട്ട് നിൽക്കാനൊക്കത്തുള്ളൂ. യഥാർത്ഥ ദ്രോഹികളായിട്ട് നിൽക്കുന്നത് അമേരിക്കക്കാരാണ്, സംശയമൊന്നും വേണ്ട. ലോകത്ത് നമ്മൾ ചർച്ചയൊക്കെ എടുത്താൽ അത് അവിടെ തീരും. അതുകൊണ്ട് നിന്ന് നിൽക്കുന്ന രാജാക്കന്മാർ എന്ന് പറയുന്നവര് സാമന്ത രാജാക്കന്മാര് മാത്രമാണ്. ഇപ്പൊ കേരളത്തിനകത്ത് ഹിന്ദു നേരത്തെ കേരളം എന്നല്ല, തിരുവിതാംകൂർ എന്ന് പറയുന്ന ഹിന്ദു രാജ്യം, അവിടെ കുറെ നന്മകളൊക്കെ അവിടുത്തെ രാജാക്കന്മാര് ചെയ്തു എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ മേൽനോട്ടത്തിനകത്ത് മാത്രം ചെയ്യപ്പെട്ട, അതുകൊണ്ടാണ് നാരായണ ഗുരു എനിക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരനാണെന്ന് പറയുന്നത്. കുമാരനാശാൻ പട്ടുമളയും ഇംഗ്ലീഷ് രാജാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നിടത്ത് എത്തുന്നത് ലോക്കൽ രാജാവ് മഹാമോശമായതുകൊണ്ടാണ്. അത് മനസ്സിലാക്കണം. ഇതേപോലെ അമേരിക്ക എന്ന ആധിപത്യ രാജ്യം, അത് അവിടെ ജനാധിപത്യം അതിനകത്ത് അവർ പാലിക്കാൻ ശ്രമിക്കുന്ന, അപ്പോഴും ജനാധിപത്യം ഇല്ല എന്നുള്ളത് അവിടുത്തെ നേരത്തെ പട്ടിണി കിടക്കുന്ന മനുഷ്യരെ പറ്റി ഞാൻ ചൂണ്ടിക്കാണിച്ച് ഞാൻ പറയുന്നുണ്ട്. മെജോറിറ്റേറിയനിസം ആണ് അപ്പോഴും നിൽക്കുന്നത്. ഗുണപരമായി ജനാധിപത്യ ബോധം വികസിച്ചിട്ടുള്ളത് യൂറോപ്പിലാണ്. അവിടെ തന്നെയായിരുന്നു ആദ്യമായിട്ട് ഈ ജനാധിപത്യമൊക്കെ ഉണ്ടാകുകയും, പക്ഷെ അവർക്ക് കോളനൈസേഷൻ എന്ന് പറയുന്ന സംഭവം നടന്നിട്ടില്ല. ഇത് രണ്ടും അനുഭവിച്ചിട്ടുള്ള രാജ്യം അമേരിക്കയും. അമേരിക്കയിൽ യഥാർത്ഥത്തിൽ കോളനിവൽക്കരണം ചെയ്യപ്പെട്ട പാവം പിടിച്ച ആൾക്കാർ കംപ്ലീറ്റ് കൊല്ലപ്പെട്ടു പോയി, അവർ റിസർവേഷൻ ആയിപ്പോയി. പക്ഷെ അവിടെ തന്നെ ഉണ്ടായിരുന്ന രാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നതിനെതിരെ യുദ്ധം ചെയ്താണ് അവർ വിജയിച്ചത്. അതിനുശേഷം ആഭ്യന്തര യുദ്ധവും നടന്നിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആധിപത്യപരമായി പെരുമാറുന്ന ജനതയുടെ ഭരണമാണ് ഇപ്പോഴും അമേരിക്കയിലൊക്കെ നടക്കുന്നത്. അവരുടെ മേൽനോട്ടത്തിന് മാത്രം നടക്കുന്ന രാജാക്കന്മാർ മാത്രമേ ഈ പറയുന്ന സൗദി അറേബ്യയിലും ഒക്കെ ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവര് മര്യാദയ്ക്കൊക്കെ പെരുമാറുന്നു എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ആയിരക്കണക്കിന് നിയമങ്ങൾ ഉണ്ടായതാ. ആ നിയമങ്ങൾക്കകത്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എങ്ങനെയാണോ ഇലക്ഷന് പോയത് പോലുള്ള ഗുണപരത മാത്രമേ അതിനകത്ത് കാണാനൊക്കത്തുള്ളൂ. അല്ലാതെ നേരിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം നടന്ന രാജ്യങ്ങളിൽ മുഴുവൻ
കേന്ദ്രീകൃതമായ സിസ്റ്റമാണ് ഉണ്ടാകുകയും ജനാധിപത്യം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു എന്നുള്ള കാര്യത്തിനകത്ത് ആർക്കും സംശയമില്ല. നല്ല ഭാര്യമാരായിരിക്കുന്ന ചൈനക്കാരാണ് അങ്ങനെ. ചൈനക്കാരിൽ അവിടെ തന്നെ ഇങ്ങനെ തന്നെയാണ്. അവിടെ ഇനിയും കലാപങ്ങൾ നടന്ന് ആളുകൾ ജനാധിപത്യമായ അവകാശങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് വരെ ചൈനയുടെ എല്ലാ വികാസവും ഇതുപോലെ ചോദ്യചിഹ്നം ഉയർത്തുന്നതായിട്ട് തന്നെ തുടരും. അതിനൊന്നും നമുക്ക് സംശയമൊന്നും വേണ്ട. അല്ലാതെ ചൈനയൊന്നും അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ലേ എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന അമേരിക്കക്കാളും മെച്ചപ്പെട്ട സ്ഥലമായിട്ട് ഈ പറയുന്ന സകല ഇൻഡിക്കേറ്ററും മേളിലായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്വാതന്ത്ര്യമുള്ള ജനത അവർ മാറിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടതുണ്ട്. ചൈനയൊന്നും സ്വപ്നമായിക്കൂടാ, അമേരിക്കയും സ്വപ്നമായിക്കൂടാ. ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കാനും ജനങ്ങൾക്ക് അഭിപ്രായം പറയാനും അവകാശബോധമുള്ള ജനതയായി മിണ്ടാനും പറയാനും നമ്മുടെ കാര്യങ്ങളിനകത്ത് അഭിപ്രായത്തോടെ ഇടപെട്ട് അനുകൂലമാക്കി മാറ്റാനും കഴിയുന്ന പ്രണയബദ്ധരായ ആധുനിക ദമ്പതിമാർ, ഭാര്യാഭർത്താക്കന്മാരല്ല, ദമ്പതി ഇണകളായി മാറുന്ന ലോകത്തിനെ പറ്റി നമ്മൾ പറയുന്നത്. അതാണ് നമ്മുടെ ദിശ. ആ ദിശയിലേക്ക് നോക്കി വേണം നമ്മൾ ഈ വിഷയങ്ങൾ സംസാരിക്കാൻ. അപ്പൊ നമ്മളിപ്പോ സാധിച്ചെടുത്തിരിക്കുന്ന സ്ഥലത്തിനെ പറ്റിയൊന്നും കേരളത്തിനകത്ത് നിൽക്കുന്ന ജനതയായി തുടരാനായിട്ടല്ല നമ്മൾ ഈ പറയുന്നത്. എങ്ങോട്ടാണ് വികസിക്കുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ദിശ. അത് എത്രത്തോളം ഗുണനിലവാരം എല്ലാ കാര്യത്തിനകത്തും നമ്മൾ ഉയർത്തി നിർത്തിക്കൊണ്ട് ആ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് തന്നെത്താൻ പരിശോധിക്കുകയും മറ്റുള്ളവരെ പരിശോധിക്കാൻ ആ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുകയും ചെയ്യുന്നത് വഴിയാണ് നമ്മൾ ഈ പറയുന്ന ലോകത്തിനകത്തേക്ക് സാധ്യതകൾ, നമ്മുടെ ആ സാധ്യതകൾ എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ വികാസവും കൂടെ ചേർന്നായിരിക്കും സംഭവിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇന്റർനെറ്റ് ഒക്കെ ഉണ്ടാകുന്ന കാരണം കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം കൊടുക്കാൻ നോക്കും. ഇപ്പൊ അറിവ് നേടാനായിട്ട് ആർക്കും ഒരു സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് അറിവ് നേടാം. പക്ഷെ അപ്പോഴും നമ്മൾ മറന്നുപോകരുത്, അതിനകത്തെല്ലാം അറിവെന്നുള്ള നിലവാരത്തിൽ നമ്മുടെ ബോധരൂപീകരണത്തിന് പറ്റുന്ന നിലവാരത്തിൽ കള്ളത്തരം എഴുതി വെച്ചിരിക്കുന്ന ഒരു അറിവാണ് വരുന്നതെങ്കിൽ നമ്മൾ പഠിക്കും. അവിടൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ എല്ലാവരും പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് പോലൊരു ഗുണനിലവാരം ഞാൻ അനുഭവിക്കുന്നില്ല എന്ന് പരാതിപ്പെടാൻ എപ്പോഴും കഴിയുന്ന ജനത നില ഉണ്ടാകണം. അതാണ് പരാതിപ്പെട്ടിയില്ലാത്ത ഒരു സ്ഥലവും പാടില്ല. ഏറ്റവും ഗുണനിലവാരം ഉണ്ടായിരിക്കുമ്പോഴും അഭിപ്രായ വ്യത്യാസം, ഈ രുചിയല്ല എനിക്ക് വേണ്ടത് എന്ന് പറയാനൊക്കുന്ന സ്ഥലം വേണം. അല്ലാതെ നിനക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണം ഞങ്ങൾ തരുന്നില്ലേ എന്ന് പറയുന്ന ചോദ്യം വേണ്ട. അത് ജയിലിനകത്തെല്ലാം ഉണ്ട്. അവിടെ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഈ ആൾക്കാർ വിചാരിക്കുന്നത്. അതാണ് ഗോവിന്ദച്ചാമി, പഴയ ഗോവിന്ദച്ചാമി അല്ല ഇപ്പൊ നല്ല കുട്ടപ്പനായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ ജയിലിൽ ഒരു ദിവസം കിടക്കാത്തവനാണ് ഈ മിണ്ടുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന്റെ ഗുണപരത അറിയണമെങ്കിൽ നമുക്ക് അത് നഷ്ടപ്പെടുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ആരോഗ്യത്തിന്റെ ഗുണപരത മനസ്സിലാക്കുന്നത് പ്രായമാകുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതൊക്കെ അങ്ങനെയാണ് അത് നിൽക്കുന്നത്. ഈ ഏരിയയെ പറ്റിയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ കാണാതെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും. എന്ത് ക്വാളിറ്റിയുടെ ജീവിത നിലവാരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ ഗുണനിലവാരത്തിന്റെ സമതുലനത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പൊതുവെ ഈ പറയുന്ന GCC രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്വേച്ഛാധിപത്യ രാജ്യങ്ങളിലോ കണ്ടിരുന്ന ഒരു പ്രവണതയാണ് നിയന്ത്രണങ്ങൾ, മീഡിയയ്ക്കുള്ള നിയന്ത്രണം, പ്രസ്സിനുള്ള നിയന്ത്രണം, അതേപോലെ തന്നെ നീതിക്കുള്ള നിയന്ത്രണങ്ങൾ. നമ്മൾ ഈ അടുത്ത് ഇടയ്ക്ക് വെച്ച് ജനാധിപത്യത്തിൻ്റെ ഈ തുടക്ക കാലഘട്ടത്ത് നമുക്ക് ഓരോ മനുഷ്യരെയും പരിഗണിക്കുന്ന രീതിക്ക് ഒരു വ്യത്യാസം വന്നിരുന്നെങ്കിലും ഈ അടുത്ത്
നമുക്ക് കാണാം സ്വേച്ഛാധിപത്യം തിരിച്ചു വരാനുള്ള ഒരു പ്രവണത ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും നമുക്ക് കാണാൻ പറ്റും. ട്രംപിൻ്റെ പ്രവേശം, ഇവിടെ മോദിയുടെ, ഇതുപോലെയുള്ള പല പഴയ രാജഭരണമാണ് ബെറ്റർ, സ്വേച്ഛാധിപത്യ ഭരണമാണ് ബെറ്റർ എന്നുള്ളൊരു പ്രവണത അധികരിച്ചു വരുന്നില്ലേ? ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരും അല്ലെങ്കിൽ ഓരോ പൗരനും ഇതിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ജനാധിപത്യം പൂർണ്ണത എത്തിയിട്ടുണ്ടോ? അതേപോലെ സ്വേച്ഛാധിപത്യത്തിലേക്ക് 2 ക്വസ്റ്റ്യനാണ്, അത് വേണമെങ്കിൽ ഒന്നൊന്നായിട്ട് നമുക്ക് സംസാരിക്കാം. ജനാധിപത്യം പൂർണ്ണത എത്തിയിട്ടുണ്ടോ? എന്താണ് അത് മൈത്രന് തോന്നുന്നത്? ആ ചോദ്യത്തിന് ഞാൻ ഇത്രയും വിശദീകരിച്ചതിന് ശേഷം ഇയാൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ ചോദ്യം ചോദിക്കാമെന്നുള്ളതേ പറയാൻ കഴിയുള്ളൂ. എങ്ങനെയുണ്ട്, നമ്മുടെ ക്രൈറ്റീരിയ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ. ആ പറഞ്ഞതിന് ശേഷം പൂർണ്ണത എത്തിയോ എന്ന് ചോദിക്കുന്ന ചോദ്യം ചോദിച്ചുകൂടാ. അങ്ങനെ ഇല്ല. അല്ല, പൊതുവേ നമ്മൾ ഇനിയും ഉണ്ടാക്കിയിട്ടില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇയാൾ വോട്ട് കൊടുക്കുന്നതാണെന്ന് വീണ്ടും വിചാരിക്കുന്നതാണല്ലോ ഇയാൾ വീണ്ടും അത് ആ ചോദ്യം ഇത്രയും കാലത്ത് അതിനെയാണ് മെജോറിറ്റേറിയനിസം. ആളുകൾ വിചാരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ട് എന്താണ് കാര്യം? അത് എന്താണ്, അയ്യപ്പനെ കാണാനായിട്ട് 5 കോടി ജനം പോകുന്നില്ല എന്നുള്ള ചോദ്യമാണ് വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടിരിക്കുന്നത്. ആ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കുലസ്ത്രീകൾ നാട്ടിലില്ലേ, ഭാര്യമാരില്ലേ, അവര് ഞങ്ങള് സന്തോഷമായിട്ട് കഴിയുന്നത്. ഇന്നലെ കണ്ട് ഞാനൊരു ഭർത്താവ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടിക്കും, പക്ഷെ എനിക്ക് പിന്നെ മേടിച്ചോണ്ട് വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ആളുകളില്ലേ എന്നുള്ള ചോദ്യമാണ് ഇയാളുടെ ചോദ്യം. അവരുടെ അഭിപ്രായം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാനൊക്കത്തില്ല. അവരെപ്പോഴും ഉണ്ടാകും. ആ ആളുകളെ കുട്ടിക്കാലം തൊട്ട് ജനാധിപത്യ ബോധത്തോടെ വളർത്തിയെടുക്കുന്ന പൗരബോധ നിർമ്മാണത്തിനകത്തോടെ മാത്രമേ പരിഹരിക്കത്തുള്ളൂ. അല്ലാതെ അമ്മയും അച്ഛനും പള്ളിയിലും അമ്പലത്തിലും പോകുന്നില്ല എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഞാനെന്ത് ഉത്തരവാ പറയുന്നത്? അവരുടെ നമ്പർ കൂടുതലല്ലേ എന്ന് ചോദിക്കാം. നമ്പർ കൂടിയാലൊന്നും വിവരം വരത്തില്ലൂ. ഭൂരിപക്ഷം എന്ന് അതുകൊണ്ടാണ് മെജോറിറ്റേറിയനിസം അല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. അവകാശബോധമുള്ള മനുഷ്യരുടെ തെരഞ്ഞെടുപ്പ്, കോൺഷ്യസ് ആക്ട് ആണത്. അറിഞ്ഞ് സമ്മതം തരുന്നു എന്ന് പറയുന്നതാണ്. അല്ലാതെ കൈപിടിച്ച് തിരിച്ച് സമ്മതം മേടിച്ചതായിട്ടോ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഒപ്പ് മേടിക്കുന്നതോ ഒന്നുമല്ല. ഇൻഫോംഡ് കൺസെന്റ് എന്നാണ് പറയുന്നത്. അതിനാണ് അറിഞ്ഞ അനുവാദം കൊടുക്കുന്ന മനുഷ്യരുടെ എണ്ണം ലോകത്ത് വർദ്ധിക്കാതെ ജനാധിപത്യം വന്നു എന്ന് പറയരുത്. വോട്ട് ചെയ്യുന്ന സമ്പ്രദായം അല്ല ജനാധിപത്യം. അത് അതിനകത്തെ ഒരു ഘടകം മാത്രമാണ്. അറിഞ്ഞ് വോട്ട് ചെയ്യുക, സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക. അല്ലാതെ ഗോത്രത്തലവൻ ഇന്ന ആൾക്കാർ വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ക്യൂ നിന്ന് വോട്ട് കൊടുക്കുന്നതല്ല ജനാധിപത്യം. വടക്കേ ഇന്ത്യയിലെ നടക്കുന്ന കാപ്പ് പഞ്ചായത്തല്ല, ആ പഞ്ചായത്തിനെ പറ്റി അല്ല നമ്മൾ സംസാരിക്കുന്നത്. കാപ്പ് പഞ്ചായത്തുകളുടെ കൂട്ടായ്മയല്ല ജനാധിപത്യം. രാജാവ് കൺസൾട്ട് ചെയ്തിട്ടില്ലേ രാജ്യസഭയിൽ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പൊ ആ കൺസൾട്ടേഷൻ എന്ന് പറയുന്നതിനപ്പുറത്തോട്ട് എന്ത് ജനാധിപത്യമാണെന്ന് ചോദിക്കുന്ന ചോദ്യമാണ് അതൊക്കെ. അതിനകത്തിരിക്കുന്ന ആളുകൾക്ക് പദവികൾ നൽകും, എന്നിട്ട് അതിന്റെ താഴെയുള്ള ആൾക്കാരെ നിയന്ത്രിക്കാൻ അവരെ കൊണ്ട് ഉപയോഗിച്ച് ഹെറാർക്കിക്കലായിട്ടുള്ള സിസ്റ്റമാണത്. ആളുകളെ ബുദ്ധിയില്ലാതാക്കി നിലനിർത്തുന്ന പരസ്യ പ്രചാരണം, സെൽഫി പോയിന്റുകൾ ഉണ്ടാക്കി എല്ലാ സ്ഥലത്തും ഇവരുടെ കട്ടൗട്ടുകൾ വെച്ച് സ്ഥിരം ഇത് ഞാനാണ് നിങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബോധരൂപീകരണം നടത്തിയ ജനതയെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നേ. ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന ബോധപൂർവം എനിക്ക് പകരം നിന്നെ വിട്ടിരിക്കുന്നു, അത്രേ അർത്ഥമേ ഉള്ളൂ. അല്ലാതെ അയാൾ പോയി ഭരിക്കാൻ വിടുന്നവരല്ല അത്. ക്രമീകരണത്തിനും സേവനത്തിനുമാണ് ജനാധിപത്യത്തിനകത്ത് തെരഞ്ഞെടുക്കുന്നത്. ഇനി ഈ തരത്തിലെ തെരഞ്ഞെടുപ്പ് തന്നെ സത്യത്തിൽ ആവശ്യമില്ലാതായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്റർനെറ്റ് വന്നിട്ടുണ്ട്, ഫോൺ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന സിസ്റ്റങ്ങൾ ഉണ്ടാക്കിയാൽ മതി. എല്ലാ ബില്ലും ഒരു എക്സ്പെർട്ട് കമ്മിറ്റികൾ രൂപപ്പെടുത്തുക. എക്സ്പെർട്ട് കമ്മിറ്റിയെ പറ്റിയാണ്. പ്രാതിനിധ്യം പോലും ഇനി സത്യത്തിൽ ആ നിലവാരത്തിൽ ആവശ്യമില്ല. ഇങ്ങോട്ടാണ് നമ്മൾ മാറേണ്ടത്. അല്ലാതെ ഈ തെരഞ്ഞെടുത്ത് പ്രതിനിധി അയക്കുക എന്ന് പറഞ്ഞാൽ ഒരു പഴയകാല സംവിധാനമാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത് അവസാനത്തെ സാധനമല്ല. എല്ലാവരുടെയും കയ്യിൽ ചോദിക്കാനും പറയാനുമുള്ള സ്ഥലം വരുമ്പോൾ ഒരു
എക്സ്പെർട്ട് കമ്മിറ്റിയാണ്. അല്ലാതെ ഈ തെരഞ്ഞെടുക്കുന്നവർക്കൊക്കെ വിവരം വരാതിരിക്കുന്നു എന്ന് പറയുന്ന പ്രശ്നം അതുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഒരു വിഷയത്തിനകത്ത് നമുക്ക് ഈ ഒരു സിസ്റ്റമാണോ വേണ്ടത്, ഈ ഒരു തരത്തിലാണോ ഒരു പരിഹാരം, നല്ല ഇലക്ട്രിക് കാറാണോ നമുക്ക് വേണ്ടത്, അല്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണോ നമുക്ക് വേണ്ടത്, അല്ലാതെ ഈ നിയമമാണോ ഉണ്ടാകുന്നത്, അതിനകത്ത് അതാത് വിഷയങ്ങളിലുള്ള എക്സ്പെർട്ടുകൾ ഒന്നിച്ചു ചേർന്ന് നിർത്തി ഒരു ബില്ലുണ്ടാക്കിയാൽ ആ ബില്ല് എല്ലാ വശവും ചർച്ച ചെയ്യുന്ന നിലവാരത്തിൽ ആളുകളിൽ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന, ഇന്ന് നമുക്ക് എല്ലാ വാട്സാപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിനകത്തൂടെ നമ്മൾക്ക് ഓരോ ആളിന്റെയും കയ്യിൽ ആ ബില്ല് എത്തിക്കാൻ പറ്റും. ആ ബില്ല് എത്തിച്ചിട്ട് അതിന്റെ മുകളിൽ അഭിപ്രായം ക്രോഡീകരണം നടത്താൻ പറ്റും. ഇത്രയും ചെയ്താൽ മതി. അല്ലാതെ ഈ പഴയ കാലത്തെ ജനാധിപത്യത്തിന് വേണ്ടി രാജാവിന്റെ രാജസഭയിലെ മെമ്പർ ആകുന്ന യുക്തിക്കകത്ത് നമ്മൾ തുടരേണ്ട ആവശ്യം പോലും ഇല്ലാതിരിക്കുന്ന ലോകമാണിന്ന്. ഫാക്ടറികളിനകത്ത് എല്ലാവരും കൂടെ പോയി കുത്തിയിരിക്കേണ്ട ആവശ്യമില്ലാതെ വീട്ടിനകത്ത് വർക്ക് അറ്റ് ഹോം ചെയ്യാൻ പറ്റുന്ന ലോകത്താണ് നമ്മൾ ഇന്നുള്ളത്. അതുകൊണ്ട് ഈ രാജ്യസഭയും പാർലമെന്റും ഒക്കെ പഴയതുപോലെ ആവശ്യമില്ലാതായി മാറിയിരിക്കുന്ന ലോകത്താണെന്ന് അറിയണം. അത് കാളവണ്ടിയാണെന്നെങ്കിലും അറിയണം. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇന്റർനെറ്റ് ഉണ്ടായിരിക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിയുന്ന ലോകം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജനസമ്മതി ഉണ്ടോ ഈ വിഷയത്തിനെ പറ്റി 1000 ചർച്ചകൾ ആളുകൾക്ക് വായിക്കുകയും പറയുകയും അതിനകത്ത് സ്കൂളുകളിനകത്ത് ഈ വിദ്യാഭ്യാസം നടത്തേണ്ടതുണ്ട്. ഈ വിഷയങ്ങളിനകത്ത് അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പൗരബോധം നിർമ്മിക്കേണ്ടതുണ്ട്. നിർമ്മിക്കാതെ വരില്ല. നമ്മളൊരു റോഡിനകത്തെ റോഡ് സൈൻ പഠിപ്പിക്കപ്പെടാതെ ആളുകളെല്ലാം മനസ്സിലാക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ താനേ വരുന്നതല്ല ജനാധിപത്യം. അത് അവകാശബോധമുള്ള മനുഷ്യരാക്കി മാറ്റുന്ന പ്രക്രിയയാണത്. അത് സമരം ചെയ്തും വിദ്യാഭ്യാസം നൽകിയും ആളുകൾ പ്രതിഷേധിച്ചും നേടിയെടുക്കുന്ന ഒന്നാണ്. വലിയ പ്രോസസ്സാണത്. ഈ അമ്മയച്ഛന്മാരിൽ നിന്ന് ജനാധിപത്യ ബോധം നമുക്കുണ്ടാകത്തില്ല. അത് പഠിപ്പിച്ചേ പറ്റൂ. ആ പഠിപ്പിക്കുക എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന്, രാഷ്ട്രീയമായിട്ടുള്ള അവകാശബോധമുള്ള സമരങ്ങളിൽ ഏർപ്പെട്ട് മനുഷ്യർ മാറേണ്ടതുണ്ട്. പ്രതിഷേധിക്കാനുള്ള സാധ്യതകൾ, അവകാശങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് ഒരു രാജ്യമോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയുടെ പൗരന്മാരാണ് എന്ന് നമ്മളെ മനസ്സിലാക്കുന്ന നിലവാരത്തിൽ അതിനകത്ത് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരായി പെരുമാറേണ്ടതുണ്ടെന്ന് പഠിപ്പിച്ചെടുക്കേണ്ട ഏരിയകളുണ്ട്. അത് വിദ്യാഭ്യാസത്തിനകത്തൂടെ മാത്രമേ കഴിയൂ. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് അയക്കുന്ന കുട്ടികൾ ഉണ്ടാകേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് അയക്കുന്ന യുക്തിയല്ലത്. ഈ പഠിപ്പിച്ചവർ വീട് മാറ്റും. കുട്ടികളിലൂടാണ് തലമുറയായി മാറുന്നത്. എങ്ങനെയാണോ പണ്ട് മതം ഉപയോഗിച്ച് ആളുകളുടെ മനസ്സ് രൂപപ്പെടുത്തി അടിമകളും അണികളും അനുയായികളും വിശ്വാസികളുമാക്കി ആളുകളെ മാറ്റുന്നതിന് പകരം ആധുനിക ജനാധിപത്യപരമായ വിദ്യാഭ്യാസം കൊണ്ട് പൗരബോധ നിർമ്മാണം എങ്ങനെ ചെയ്തെടുക്കുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്നത്. പൗരബോധ നിർമ്മാണം എന്ന് പറയുന്നത് വലിയൊരു നീണ്ട പ്രക്രിയയാണ്. ഒരു 4 തലമുറയൊക്കെ ചത്തൊക്കെ പോയതിന് ശേഷമേ രൂപപ്പെടത്തുള്ളൂ. അപ്പൊ ഇയാള് ചോദിക്കുന്ന ഈ പഴയ കാലത്ത് എല്ലായിടത്തും ജനാധിപത്യത്തിന് പകരം ആൾക്കാർ സ്വേച്ഛാധിപതികൾ വരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സ് രൂപീകരിക്കാൻ പരസ്യങ്ങളിലൂടെ ആളുകളെ പിടിക്കാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞ് സകല പത്രങ്ങളും സകല മീഡിയ, വിഷ്വലും പ്രിന്റ് മീഡിയയും കംപ്ലീറ്റ് വാങ്ങി മാറ്റി മനസ്സ് രൂപീകരിച്ച് അടിമകളാക്കാൻ പറ്റൂ എന്ന് തെളിഞ്ഞതാണ് മോദി. മോദിയൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. അതുപോലുള്ള അടിമത്തം ഉണ്ടാക്കുന്ന ഇത് അമേരിക്കയില് വളരെയധികം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അമേരിക്കൻ മോഡലാണ് ഇപ്പൊ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സ് രൂപീകരിക്കുക എന്ന് പറയുന്നത് സിനിമയ്ക്കകത്തൂടെയും കവിതയ്ക്കകത്തൂടെയും കഥയ്ക്കകത്തൂടെയും പണ്ട് കാലത്ത് മതം പഠിപ്പിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ആധുനികമായ രീതികൾ ഉപയോഗിച്ച് അതേ സാധനം പഴയ കുപ്പി പഴയ വീഞ്ഞ് പുതിയ കുപ്പി എന്ന് പറയുന്ന നിലവാരത്തിൽ ഈ പത്രത്തിനകത്തൂടെയും ടെലിവിഷനകത്തൂടെയും മനുഷ്യ മനസ്സിനെ രൂപപ്പെടുത്തി തളച്ചിടുന്ന യുക്തിക്കകത്താണ് ഇയാൾ ആ പറയുന്ന വിദ്യാഭ്യാസം നിൽക്കുന്നത്. അതുകൊണ്ടാണ് അത് നടക്കാതിരിക്കുന്നത്. ഇവിടെയാണ്
രാഷ്ട്രീയമായ അവബോധത്തോടെ നമ്മൾ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ താനും ഞാനും ഇരുന്ന് സംസാരിക്കുന്നത് പോലുള്ള പ്രവൃത്തി അവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായ ആൾക്കാര് ഇത് നിരന്തരം ചെയ്ത് മറുവശം പറയേണ്ടതുണ്ട്. അല്ലാതെ മോദിയുടെ സെൽഫി പോയിന്റിൽ പോയി നിന്ന് പടം എടുക്കുന്നവനോ സുരേഷ് ഗോപിയുടെ കൂടെ നിന്നിട്ട് കുളിര് കോരുന്നവരെ ഉണ്ടാക്കിയെടുക്കുകയല്ല. അമ്പലത്തിലും പള്ളിയിലും പോയി വിശ്വാസികളായി കമന്ന് കിടക്കുന്നവരെ ഉണ്ടാക്കുന്നത് മനസ്സിനെ പരുവപ്പെടുത്തുന്ന പണിയാണ്. ആരാധനകളെല്ലാം കീഴ്പ്പെടുത്തുന്ന യുക്തികളാണ്. ഉത്തരവാദിത്തമില്ലാത്തവരാക്കി മാറ്റുന്നതിന്, വിധിവിശ്വാസികളാക്കി മാറ്റുന്നത് വഴിയാണ് നമ്മൾ ഈ പറയുന്ന മനുഷ്യ മനസ്സിനെ രൂപപ്പെടുത്തുന്ന യുക്തികൾ. അതുകൊണ്ട് അത് വ്യാപകമായി പത്രത്തിനകത്തൂടെയും ടെലിവിഷനകത്തൂടെയും ചെയ്തെടുക്കി ആരാധക വൃന്ദങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന പഴയകാല രീതികൾ നിന്ന് വ്യത്യസ്തമായി ആധുനിക രീതികൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലാണ് ഈ തിരിച്ചുവരവുകൾ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അമേരിക്ക പോലുള്ള രാജ്യം. സകല ആരാധകരെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന പണിയാണ്. അല്ലാതെ നമ്മൾ അതൊന്നും ജനാധിപത്യത്തിന്റെ കാര്യങ്ങളല്ല. അതുപോലെ തന്നെ യുദ്ധത്തിനകത്ത് വേദന അനുഭവിച്ച് വിരുദ്ധതയുണ്ടാക്കി യുദ്ധം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച് ഉണ്ടാക്കിയ UN പകരം ഒരു 4 തലമുറ കഴിഞ്ഞപ്പോൾ യുദ്ധം കൊണ്ട് കെടുതി അനുഭവിക്കാത്ത മണ്ട ജനതയെ ലോകത്തിന് വീണ്ടും ഉത്പാദിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന നിലവാരത്തിലുള്ള ആളുകൾ ലോകത്തുണ്ടായത്. മറ്റേതല്ലെന്നുണ്ടെങ്കിൽ ആളുകൾ എല്ലാവരും കൂടെ ഒരുമിക്കണമെന്നും തുല്യരാകണമെന്നും ആഗ്രഹിക്കുന്ന ലോകം രൂപപ്പെടുത്തുന്നതിന് തടസ്സമായി നിന്നത് ഇത്തരത്തിലുള്ള പഴയകാല വിശ്വാസങ്ങളെ വീണ്ടും വീണ്ടും ഊതിപ്പെരിപ്പിച്ച് നിർത്തുന്ന ഇടങ്ങളിലാണ് നമുക്ക് ഈ ദ്രോഹപ്രവൃത്തി മുഴുവൻ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. അത് നമ്മളാണ് ചലഞ്ച് ചെയ്യേണ്ടത്. ഈ മീഡിയകൾ മുഴുവനും അവരുപയോഗിക്കുന്നത് മനുഷ്യരെ പണ്ട് കാലത്ത് അമ്പലത്തിലും പള്ളിയിലും വിട്ട് അനുയായികളും അണികളും വിശ്വാസികളുമാക്കി കമിഴ്ന്ന് കിടക്കാനും വിനയം എന്ന് പറയുന്നത് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറയിപ്പിക്കുന്നിടത്ത് എത്തിയത് വഴിയാണ് ഇന്നും അത് പുതിയ രീതിയിൽ ആവർത്തിക്കുന്നതിനാണ് ഈ മീഡിയ മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പരസ്യം ചെയ്ത് ആളുകളുടെ മനസ്സിനെ കവരുന്ന, ഏതിനെയും സംശയദൃഷ്ടിയോടെ നോക്കാൻ പഠിപ്പിക്കുന്ന, രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകാൻ കഴിവുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അഭാവമാണ് ആ പ്രോബ്ലം നമ്മളിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിനെ സംരക്ഷിക്കുന്ന പുത്തൻ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയെടുത്ത് ജനങ്ങളെ പുതിയതായി കാണാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രവൃത്തി. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിൽ ജനാധിപത്യം മറ്റുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യം വർക്കൗട്ട് ആകുമ്പോൾ അവിടെ സാഹോദര്യം ഡെവലപ്പ് ചെയ്യുന്നത് കാണാം. നമ്മൾ രാജ്യത്ത് ഇപ്പോൾ തുടക്കകാലത്ത് അംബേദ്കർ പറയുന്നുണ്ട് സാമൂഹ്യ പരിഷ്കരണം വേണമെന്ന്. പക്ഷെ അതിനെ എതിർക്കുന്ന രാഷ്ട്രീയക്കാരും കാണാം. ഇത്തരം എതിർപ്പുകൾ കൊണ്ട് തന്നെ ഇവിടെ ജാതീയമായ വിവേചനങ്ങളും ജാതീയമായ വിവേചനങ്ങളും തട്ടുതട്ടായി ഉള്ള വിവേചനങ്ങളുടെ അളവ് വളരെയധികം കൂടുതലാണ്. ഇത്തരം ഒരു ജനത ഇങ്ങനെ നിലനിൽക്കെ അത് ഈ 75 വർഷങ്ങളായിട്ടും മാറിയിട്ടില്ല ഒരു പരിധിവരെ. അതുകൂടാതെ ഉയർന്ന ജാതിക്കാർ മാത്രമാണ് ഉയർന്ന പൊസിഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ നിലനിൽക്കെ, ഇത്രയും രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കെ എങ്ങനെയാണ് നമുക്കത് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ജനാധിപത്യം നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഒരു സാധ്യമായ പ്രക്രിയയാണോ? സാധ്യമായ പ്രക്രിയയാണെന്നുള്ളതാണ് ഭരണഘടന ഉണ്ടായത്. ഇയാൾ ഈ ചോദിക്കുന്ന ചോദ്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയില് എങ്ങനെയാണ് വി ദ പീപ്പിൾ എന്ന് പേരിട്ട് ഒരു രാജ്യം ഉണ്ടാക്കുന്നത്? ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നായിരുന്നു അല്ലെങ്കിൽ അവരുണ്ടാക്കാൻ പോയിരുന്നത്. അപ്പൊ അതിന്റെ പ്രക്രിയക്കകത്ത് നമുക്കുണ്ടായ തിരിച്ചടികളാണ് നമ്മൾ ഈ മോദിയെ പോലുള്ള ഒരുത്തൻ ഉണ്ടായതിന് കാരണം. വേറെ ഒന്നുമില്ല അതിനകത്ത്. ഇവിടെ ഈ ആധുനികമായ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിനുള്ള പത്രം, ടെലിവിഷൻ, ഇന്റർനെറ്റ്, ഈ മൂന്നും അവരുപയോഗിച്ച് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് മനുഷ്യരുടെ മനസ്സ് പഴയ രീതിയിൽ തുടരാനായിട്ട് ജാതീയമായ ഓരോ വിഭാഗങ്ങളായി വിഭജിച്ച് നിർത്തി മതപരമായി തമ്മിലടിപ്പിച്ച് ഇലക്ഷന് ജയിക്കാം എന്ന് അവർ കണ്ടെത്തി എന്നുള്ളത് മാത്രമാണ്. ഇത് നമ്മുടെ മുന്നിലെ ചലഞ്ചാണ്. അത് ജനാധിപത്യവാദികളുടെ മുന്നിലെ ചലഞ്ച് മാത്രമാണ് ഇയാൾ പറയുന്നത്. ഭരണഘടന ഉണ്ടാക്കിയ അംബേദ്കറുടെ ചലഞ്ചാണത്. ഗാന്ധിയെ പോലെ ഒരു മഹാത്മാവ് ഉണ്ടായി പോയത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണത്.
അങ്ങനെ മഹാത്മാക്കളൊന്നും ലോകത്തുണ്ടായിക്കൂടാ എന്ന് നമ്മളാണ് അറിയേണ്ടത്. നമ്മളെല്ലാവരും മഹാത്മാക്കളായി മാറുന്ന പ്രക്രിയക്കകത്താണ് ഇടപെട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ അറിയേണ്ടത്. അല്ലാതെ ഈ സെൽഫി പോയിന്റ് ഉണ്ടാക്കിയ മോദി എന്ന് പറയുന്ന കോന്തനൊന്നും ലോകത്തുണ്ടായിക്കൂടാ എന്ന് നമ്മളാണ് അറിയേണ്ടത്. പക്ഷെ ഒരേ സമയത്ത് നമ്മൾ അറിയണം, വ്യത്യസ്തമായ വികാസ ഘട്ടങ്ങളിലാണ് ഈ രാജ്യങ്ങളിനകത്ത് ഈ നമ്മൾ പറയുന്ന 28 രാജ്യങ്ങളാണ്. അതിന്റെ സവിശേഷമായ വികാസമേ നടക്കൂ. അതുകൊണ്ട് ഫെഡറൽ സ്റ്റേറ്റുകൾ വീണ്ടും നിലനിർത്തുക എന്ന് പറയുന്നത് വാശിയോടുണ്ടാക്കേണ്ടതാണ്. കാരണം ഒരുപോലെ ഒരു ദിവസം ഉണ്ടാകത്തില്ല ആളുകൾ എല്ലാവരും കൂടെ ഒരുപോലെ ആകുക എന്ന് പറയുന്ന യുക്തി അല്ലത്. വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പോൾ തന്നെ നിയമത്തിന് മുമ്പിൽ എങ്ങനെയാണ് തുല്യരാകുന്നത്, എങ്ങനെയാണ് അവകാശബോധമുള്ള ആളുകൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ പലതവണ പറയുന്നതാണ്, ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കണമെന്നോ വലതുവശത്തൂടെ വണ്ടി ഓടിക്കണമെന്നോ. ഇപ്പൊ ഇന്ത്യയിൽ ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കുമ്പോൾ വലതുവശത്തൂടെ അമേരിക്കയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഒന്ന് ശരി ഒന്ന് തെറ്റുമല്ല, സിസ്റ്റം മാത്രമാണ്. അല്ല, ഇടതുവശത്തൂടെ ഓടിക്കുന്നത് ശരിയല്ല, ശരിയാണ് എന്ന് പറയുന്ന യുക്തിയല്ലത്, സിസ്റ്റം മാത്രമാണ്. അല്ലാതെ അതിനകത്ത് ശരി തെറ്റുകളുടെ യുക്തികളിലല്ല നമ്മൾ ഈ ലോകത്തിനെ കാണുന്നത്. അപ്പൊ വ്യത്യസ്തമായ വ്യത്യസ്തതകൾ നിലനിൽക്കുമെന്നും മലയാള ഭാഷ സംസാരിക്കുന്നവരും തമിഴ് സംസാരിക്കുന്നവനും പഞ്ചാബി സംസാരിക്കുന്നവനും ബംഗാളി സംസാരിക്കുന്നവനും വ്യത്യസ്തമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. പരസ്പരം മനസ്സിലാക്കാതിരിക്കുന്ന അവസ്ഥയല്ലത്. വ്യത്യസ്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് അവസ്ഥ മാത്രമാണ്. അല്ലാതെ അത് വ്യത്യസ്തമായിട്ട് ഇവർക്ക് കോമൺ ലാംഗ്വേജ് ഉണ്ടാക്കേണ്ട കാര്യമില്ല, തർജ്ജിമ ചെയ്താൽ മതി. അല്ലാതെ അവർ മാറേണ്ട കാര്യം അല്ലെ. എല്ലാവരുടെ ഹിന്ദി പഠിച്ച് ഹിന്ദിക്കാരാകണ്ട, എല്ലാവരുടെ ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷുകാരാകേണ്ട ആവശ്യമൊന്നുമില്ല. അവരവരുടെ ഭാഷയിൽ പറയുമ്പോൾ തന്നെ അത് മറ്റവർക്ക് ഭാഷയിൽ കേൾക്കാവുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് തന്നെയാണ് നമ്മൾ ലോകത്തിനെ മാറ്റിയിട്ടുള്ളത്. കോമണായ ഭാഷ എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമാണ്. കോമണായ ഭാഷ അതാ, അതിന്റെ ക്രൈറ്റീരിയയാണ് കോമൺ. അല്ലാതെ എല്ലാവരും ഒരു ഭാഷ സംസാരിക്കുന്നവരാക്കി മാറ്റുന്നതോ ഒരു ഭരണ വ്യവസ്ഥയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നതോ അല്ല. യൂറോപ്യൻ യൂണിയൻ അകത്തുള്ള ഓരോ രാജ്യവും വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് കോമൺ യൂറോ ഉണ്ടാക്കാൻ പറ്റും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഇന്ത്യയിലെ പണം രൂപ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. ഒരു അക്ഷരവും പറയേണ്ട കാര്യമില്ല. സാധനം തൊട്ട് കൊടുത്താൽ ആൾക്കാർക്ക് മേടിക്കാനും കൊടുക്കാനും പറ്റുമല്ലോ. അപ്പൊ അതിൽ നിന്ന് ഭിന്നമായി എന്റെ ഭാഷ തന്റെ ഭാഷയായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയുടെ വികാസത്തിൽ തീരുന്ന പ്രശ്നം മാത്രം അതൊക്കെ. അല്ല എല്ലാവരും കൂടെ ഒരു ഭാഷ പറയാനായിട്ട് നടക്കണ്ട, ഒരു രാജ്യമാണെന്ന് അഭിനയിക്കുകയൊന്നും വേണ്ട. യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തുന്ന യുക്തികളാണ്. വളരെ കുറച്ച് ആൾക്കാർ അപ്പുറത്തിരിക്കുന്നതിന്റെ ഭാഷ പഠിക്കുകയും ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്താൽ മതി. ഇപ്പൊ ഗാന്ധി വന്ന് പ്രസംഗിക്കുന്നത് മലയാളത്തിലൊന്നുമല്ല. ആളുകള് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി തന്നെയാണ് എല്ലാവരും കേട്ടിരുന്നത്. അല്ല, ഗാന്ധി എല്ലാ ഭാഷയിലും സംസാരിക്കുമായിരുന്നോ? അമിത്ഷായുടെ മുന്നേ ചെന്നാൽ ഗാന്ധി വെള്ളത്തിലായിപ്പോ, കുഴഞ്ഞു പോകും. അവനവന്റെ വ്യത്യസ്തതകൾ അത് ജനവിരുദ്ധമാകാത്തിടത്തോളം കാലം മറ്റുള്ളവർക്ക് അപകടകരമാകാത്തതായിട്ടുള്ള വ്യത്യാസങ്ങളെ നിലനിർത്താൻ തന്നെ കഴിയും. വ്യത്യാസങ്ങളല്ല ലോകം, പ്രപഞ്ചം വ്യത്യാസങ്ങളിലേക്കാണ് വികസിച്ചത്. ഒന്നായി നിന്നത് പലതാകുക എന്ന് പറയുന്ന യുക്തിക്കകത്തേക്കാണ് വികസിച്ചത്. അതുകൊണ്ട് വ്യത്യസ്തതകൾ അപകടകരമാണെന്ന് കാണേണ്ട യുക്തി ഒന്നും ആവശ്യമില്ല. യോജിപ്പിന്റെ മേഖലകൾ ഓരോന്നിനകത്തായി കണ്ടെത്തി ആ കണ്ടെത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള എല്ലാ മെക്കാനിസങ്ങളും നമുക്ക് വേണം. സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ട് തന്നെയാണ്. കാറ് മലയാളി കാറും ഹിന്ദി കാറും ഒന്നും ഉണ്ടാക്കണ്ട. കാർ എല്ലാവർക്കും കൊടുക്കാം. പെട്രോളിന് വേറെ ഭാഷയൊന്നും വേണ്ട. അതാ സാങ്കേതിക വിദ്യ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അല്ലാതെ ബസ്സിനകത്ത് കയറുന്ന സമയത്ത് ഭാഷ എല്ലാം കൂടെ ഒന്നിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന തരത്തിലാണ് അതിനെയൊക്കെ മനസ്സിലാക്കേണ്ടത്. വ്യത്യാസങ്ങൾ വികസിക്കുന്നത് തെറ്റൊന്നുമല്ല. വ്യത്യാസങ്ങളിലേക്കാണ് പ്രപഞ്ചം വികസിക്കുന്നത്. പക്ഷെ അതിനകത്ത് കോമൺ ത്രെഡുകൾ ആയിരക്കണക്കിന് ഉണ്ടാക്കാൻ പറ്റും. ഒരേ നിറം ഉപയോഗിച്ച് 1000 ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയുന്നത് പോലാണത്. കോപ്പി അല്ല, കോപ്പി പേസ്റ്റ് അല്ല നമ്മൾ പറയുന്നത്. വ്യത്യസ്തതകളായിരിക്കുമ്പോ കണ്ണ് ചെവി ആകേണ്ട ആവശ്യമില്ല, ചെവി മൂക്കാകേണ്ട ആവശ്യമില്ല. വ്യത്യാസങ്ങളായി നിൽക്കുമ്പോ തന്നെ വ്യത്യസ്തമായ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ലോകത്തിനെ മനസ്സിലാക്കുന്നത് പോലെ വ്യത്യസ്തതകളെ മനസ്സിലാക്കേണ്ടതുണ്ട്.
അപ്പോഴും നമ്മൾ ഒരാളായി തന്നെയാണ് ഈ ലോകത്തിനെ മനസ്സിലാക്കുന്നതെന്ന് അറിയണം. അപ്പൊ കോമൺ ത്രെഡ് കണ്ടെത്തുന്ന യുക്തികളാണത്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയാൽ ഇയാൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ പലതരത്തിൽ ഉത്തരം പറഞ്ഞ ഇത് വീണ്ടും ഇയാൾ വീണ്ടും അതേ ചോദ്യമാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മീഡിയ മുഴുവനും ഉപയോഗിച്ച് പഴഞ്ചൻ മനുഷ്യരാക്കി നമ്മളെ തുടർച്ചയായി കീഴ്പ്പെടുത്തി നിർത്തുന്ന യുക്തി കൊണ്ടാണ് ഈ യുവമാരെല്ലാം ജയിച്ചു വരുന്നത്. അല്ലാതെ പുട്ടിൻ ജയിക്കുന്നതോ എന്തിനാ ഈ അമേരിക്കയിലെ രണ്ടവന്മാരും ഡെമോക്രാറ്റ് എന്നും റിപ്പബ്ലിക് എന്ന് പറയുന്നവന്മാരും ഈ പുട്ടിനാണ്. തെറ്റായിട്ട് ധരിക്കരുത്. അത് രണ്ടുപേര് ജയിച്ചാലും പുട്ടിനാണ്. അങ്ങനെ തന്നെയാണ് അവന്മാർ ഭരിക്കുന്നത്. അമേരിക്കക്കാർക്ക് വേണ്ടി ബാക്കി മുഴുവൻ പേരെയും പീഡിപ്പിക്കുന്ന ലോകമാണ് ഇന്ന് നമുക്കുള്ളത്. അങ്ങനെ അല്ലാതാക്കി ജനാധിപത്യപരമായ ഒരു ലോകവീക്ഷണം ഉണ്ടാക്കി UN വികസിപ്പിക്കുന്ന യുക്തിക്കകത്താണ്. ഇനി UN എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റുമോന്ന് എനിക്ക് അറിഞ്ഞൂടെ. അതിന്റെ അത്രത്തോളം അതിനെ അവര് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ രീതിയിൽ യൂറോപ്യൻ യൂണിയൻ പോലുള്ള പരസ്പര എല്ലാ വ്യത്യാസങ്ങളെയും നിലനിൽക്കുക തന്നെ ഒരു യൂറോ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കുന്ന പോലെ ഇന്ത്യൻ യൂണിയൻ രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന്, ജനാധിപത്യപരമായ യൂണിയൻ രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നുള്ള അന്വേഷണമാണ് നമ്മുടെ മുൻപിലുള്ളത്. അങ്ങനെ അതിനെ മനസ്സിലാക്കിയാൽ മതി.